السلام عليكم ورحمة الله. الحمد لله الذي خلق الإنسان وعلمه البيان. الصلاة والسلام على من أرسله بالكتاب المنعوت بفصل الخطاب وعلى آله النجباء الأمناء وأصحابه الكرماء الفضلاء ما دام البحر مائجا بالدرر والمزن هائجا بالدرر. أما بعد فيا أيها الإخوان اتقوا الله عباد الله. وقال جل ثناؤه في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, സദസ്സിലുള്ള ഇരുവിഭാഗങ്ങളിലെയും സഹോദരന്മാർ, ഇവിടെ വളരെ വ്യക്തമായ ഒരു ആശയത്തിൽ തൗഹീദ് എന്ന ശക്തമായ ഇസ്ലാമിന്റെ അടിത്തറയിൽ രണ്ട് വാദങ്ങളാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. ആ വാദങ്ങളുമായി ബന്ധപ്പെട്ട വിഷയാവതരണമാണ് നടന്നത്. ആ വിഷയാവതരണത്തിൽ ബഹുമാന്യനായ MD അബൂബക്കർ ദാരിമി തങ്ങളുടെ വാദം സ്ഥിരപ്പെടുത്താൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്തിന്റെ ഭാഗം പോലും ഓതിയതായി നമ്മൾ കേട്ടില്ല. ആകെ ഓതിയതെല്ലാം മുജാഹിദുകൾ ഓതാൻ പോകുന്നുണ്ട്, ഇന്ന ആയത്തോതും എന്നല്ലാതെ അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല എന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന പരിശുദ്ധ ഖുർആനിലെ 6200 ചില്ലുവാനം വരുന്ന ആയത്തുകളിൽ ഒരൊറ്റ ആയത്ത് പോലും ഓതാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞതല്ല റസൂലുള്ളാഹിന്റെ ജുബ്ബ ഇട്ടതും റസൂലുള്ളാഹിന്റെ പുതപ്പ് പൊതിച്ചതും അതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യുന്ന വിഷയം പറ, കൃത്യമായി ആശയത്തിലേക്ക് വാ. അതെന്തായിരുന്നു? ആവളയിൽ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയം മഹാന്മാരോടുള്ള ഇസ്തിഗാസ. അതെ, ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാന്മാരോടുള്ള സഹായത്തേട്ടം. ആ സഹായത്തേട്ടം ശിർക്കാണോ അതല്ല തൗഹീദാണോ എന്നതാണ്. സഹായത്തേട്ടം രണ്ട് രൂപത്തിലുണ്ട് എന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. ഇസ്തഗസ്തു എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം. രണ്ടുതരം സഹായത്തേട്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി മുജാഹിദ് പക്ഷം എഴുതിയത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുള്ള സമസ്തക്കാരുടെ വാദം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധവും അത്തരം പ്രാർത്ഥനകൾ ശിർക്കുമാണ്. ഞങ്ങൾക്ക് കൃത്യമായ ആയത്തുകളുണ്ട്, നിങ്ങൾ ആ ആയത്തുകളെ പേടിക്കുന്നുണ്ട്. അതാണ് ഇവിടെ വെച്ച് പല പ്രാവശ്യം MD ദാരിമി അദ്ദേഹത്തിന്റെ വിഷയാവതരണത്തിൽ ഈ ആയത്തോതും ആ ആയത്തോതും നമ്മക്കല്ലോ, അത് മക്കാ മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്താണ്. ആ സുലു പഠിക്ക് ദാരിമി പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ആയത്തുമായി ബന്ധപ്പെട്ട് പിന്നീട് ചെയ്യുന്ന ആളുകൾക്കും ആ ആയത്ത് ബാധകമാണ്. ഇസ്ലാമിക മൂലപ്രമാണത്തിനുള്ളതല്ലേ. ഈ മൂലപ്രമാണം അറിയാതെ നിങ്ങൾ വാദപ്രവാദത്തിന് വന്നത്? ഞങ്ങൾ ഓതാൻ പോകുന്ന ആയത്ത് എന്താണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ പൊതുജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഓതാൻ പോകുന്ന ആയത്തിന്റെ ഗൗരവതരമായ മേഖലകൾ അറിയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന പേടിയാണ് നിങ്ങളിൽ നിന്ന് കടന്നു വന്നത്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മാത്രല്ല എല്ലാ കഴിവും അല്ലാഹുവിന് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട മെമ്പർ അല്ലെങ്കിൽ അവരെ പോലെയുള്ള ആളുകൾ അവരിലേക്ക് ശിർക്ക് വന്നു എന്നോ എന്തങ്ങൾ പറയും? ഞങ്ങളോടല്ല ചോദിച്ചു, ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, അത് റസൂലുള്ളാഹിനോട് ചോദിക്കണം. ലാ തഖൂമു സ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രികീന വഹത്താ തഅബുദൽ ഔസാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് സംഭവിക്കുകയില്ല, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിലെ കബീലക്കാർ ചെന്നു ചേരുന്നത് വരെ. എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാ?
ലാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആ കലിമത്തു ഷഹാദ അംഗീകരിച്ച എന്റെ ഉമ്മത്തിന് റസൂലുള്ളാഹി പറയും നിസ്ബത്തുൻ ഇല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെ പ്രവാചകനായി അംഗീകരിക്കുന്ന എന്റെ സമൂഹം, ആ സമൂഹം മുശ്രിക്കുകളിലേക്ക് ചെന്നു ചേരുമെന്ന് മാത്രമല്ല വഹത്താ തഅബുദൽ ഔസാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതുവരെ ശിർക്ക് സംഭവിക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ പിൽക്കാലത്തൊരു കൂട്ടർ അത് ചെയ്യുമ്പോ ഞങ്ങൾ ആ ആയത്തൊതിയാൽ നിങ്ങളെപ്പോലെ അവർ പറയും അത് ഞങ്ങൾക്ക് മക്ക മുശ്രിക്കല്ലേ, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരല്ലേ. പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ശിർക്ക് വരില്ലെന്നോ ശിർക്ക് ചെയ്യുന്നത് തൗഹീദായി മറിയുമെന്നോ നിങ്ങൾ ധരിച്ചു വശായതാണ്. വേണ്ട, അത് ഇവിടെ വേണ്ട. പൊതുജനങ്ങളുടെ മുന്നിൽ നമ്മൾ കണ്ണനങ്ങൾക്ക് വരലുണ്ടോ, അവിടെ നടക്കാം, ഇവിടെ പറ്റൂല. അപ്പോ ഇസ്തിഗാസ സഹായത്തേട്ടം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, സാധാരണഗതിയിൽ ആളുകൾ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായത്തേട്ടം, അവിടെ വിഷയമില്ല, അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അതേ സമയത്ത് അല്ലാഹു അല്ലാത്തവരോട് തേടുന്ന തേട്ടം, ഇവിടെ ഒരു വർത്തമാനം പറയാൻ ശ്രമിച്ചു. ഞാൻ പറയട്ടെ, എന്താണ് ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്? എപ്പോഴാണ് ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മുന്നിട്ട് വരുന്നത്? എപ്പോഴാണ് അയാൾ വരിക? ഒരാൾക്കൊരാവശ്യം നേടണം. ആ ആവശ്യം അയാളെ കൊണ്ട് നേടാൻ സാധ്യമല്ല. അയാൾ ആജിസാണ് ആ വിഷയത്തിൽ. അതേ സമയത്ത് അവൻ അറിയുന്നു, അവന്റെ കാര്യങ്ങൾ അറിയുന്ന, അവൻ പറഞ്ഞാൽ കേൾക്കുന്ന, അവന്റെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരാളുണ്ട്. ആ ആളെ കുറിച്ച് അവന് വ്യക്തമായി അറിയാം. ആ അള്ളാഹുവിനത് സാധിച്ചു തരാൻ കഴിവുണ്ടെന്നും അറിയാം. ഇങ്ങനെ ആജിസ് ഇവന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും അപ്പുറത്ത് കമാല് കുതിരത്ത് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിയുക. ആ തിരിയുന്ന തേട്ടം അത് അല്ലാത്തവരോട് പറ്റുമോ ഇല്ലേ? അതാണ് ധാരിണി ഇവിടുത്തെ ചർച്ച, അതാണ് മുസ്ലിയാക്കന്മാരെ ഇവിടുത്തെ വിഷയം. അല്ലാതെ കുപ്പായിട്ടോ ചുബ്ബ കൊടുത്തോ കബറി പുതപ്പിച്ചോ ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. അല്ലാഹു അല്ലാത്തവരോടുള്ള സഹായത്തേട്ടം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ബദറിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നടത്തിയ പ്രാർത്ഥനയെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഖുർആന്റെ പ്രയോഗമാണ്. വഇദ് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം, സഹായം തേടിയ സന്ദർഭം, അതായത് പ്രാർത്ഥിച്ച സന്ദർഭം. അതേ, ആ സന്ദർഭത്തിലുള്ള സഹായത്തേട്ടം പ്രാർത്ഥനയാണ്. എന്തുകൊണ്ട്? അത് അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ടതാണ്. മഹാന്മാരോട് ചോദിക്കാൻ പാടില്ല, അല്ലാഹുവല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചാൽ അതാണ് നിങ്ങൾ നേരത്തെ ഓതിവെച്ച, ഞങ്ങൾ ഓതുമെന്ന് പേടിച്ചുകൊണ്ട് നിങ്ങൾ ഓതിയ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. ആ ദുൽമ്, അതെ, പണ്ഡിതന്മാര് പറഞ്ഞു വളുഉ ശൈഇ ഫീ ഗൈരി മഹല്ലിഹി, വളുഉ ശൈഇ ഫീ ഗൈരി മഹല്ലിഹി. ഒരു കാര്യം അതിന്റെ സ്ഥാനമല്ലാത്തയിടത്ത് വെക്കുക എന്നതിനാണ് ദുൽമ്, അക്രമം എന്ന് പറയുക. ആ അക്രമത്തിൽ ഏറ്റവും വലുതാണ് അള്ളാഹുവിന് കൊടുക്കേണ്ടുന്നത്. അള്ളാഹു അല്ലാത്തവർക്ക് എന്തിന്റെ പേര് കൊടുത്താലും ശരി അത് ശിർക്ക് തന്നെയാണ് എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങളിവിടെ പറഞ്ഞല്ലോ, അതേ, അല്ലാഹു അല്ലാത്ത മഹാന്മാരെ വിളിച്ചാൽ അതൊന്നും കുഴപ്പമില്ല. കാരണം അല്ലാഹുവിനെ മാത്രമാണ് നമ്മൾ ആരാധ്യനായി കാണുന്നത്, വേറെ ആരെയും നമ്മൾ ആരാധ്യനായി കാണുന്നില്ല. അല്ലാഹുവിനോട് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. മഹാന്മാരോട് തേടുന്നതിന് കുഴപ്പമില്ല. അപ്പൊ അവസാനം പറഞ്ഞെന്താ? ഇലാഹാക്കി, ഇലാഹായി, ഇലാഹെന്ന
പട്ടിക എന്നൊക്കെ പറയാൻ ദാരിമി ശ്രമിച്ചത് എന്തിലേക്കുള്ള സൂചനയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനും സ്വഹാബിവര്യന്മാരും കൂടി അതാ യാത്ര പോവുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഹുനൈനിലേക്ക് യാത്ര പോകുമ്പോൾ, യുദ്ധത്തിനായി പോകുമ്പോൾ അതാ കാണുന്ന ഒരു മരം, അത് മുശ്രിക്കുകൾ ബറക്കത്തെടുത്ത മരമാണ്. ആ മുശ്രിക്കുകളുടെ മരത്തിനടുത്തുകൂടി പോകുമ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഇജ്അൽ ലനാ ദാത അൻബാത്തിൻ കമാ ലഹും ദാതു അൻബാത്ത്. ഓ നബിയേ, അവർക്കൊരു മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു മരം നിശ്ചയിച്ചുതാ നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സുബ്ഹാനല്ലാഹ്, ഹാദാ കമാ ഖാല മൂസ കമാ ഖാല ഖൗമ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അല്ലാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുകയാണ്. ഇത് മൂസാ നബിയുടെ ഖൗമ പറഞ്ഞ വാചകത്തിന് തത്തുല്യമാണ്. എന്ത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്ക് ആരാധ്യന്മാരുള്ള പോലെ ഞങ്ങൾക്കും ഒരു ആരാധ്യനെ നിശ്ചയിച്ചു കൊണ്ടുവാ മൂസ. അതെ മൂസ, നീ നിശ്ചയിച്ചു കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ ആ വാചകത്തിന് തുല്യമാണ്. അവരുടെ മരം പോലെയുള്ളൊരു മരം നിങ്ങൾ നിശ്ചയിച്ചു തരാൻ. ഷജറത്ത് മുശ്രിക്കയല്ല, ഷജറത്ത് മുസ്ലിമയാണ്. ആ മുസ്ലിം മരമുണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതികരണം, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവത്തിന്റെ അംശമുണ്ടെന്നോ അതൊന്നും കരുതണ്ട. അല്ലാഹുവിന് കൊടുക്കേണ്ടുന്ന കാര്യം അല്ലാഹു അല്ലാത്തവരിലേക്ക് കൊടുത്താൽ തന്നെ അതായി തീരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നെ മഹാന്മാർക്ക് അല്ലാഹു കൊടുത്ത കഴിവില്ലേ? അതെ, ഞങ്ങൾ മഹാന്മാർക്ക് മുഅ്ജിസത്ത് റസൂലുള്ളാഹിക്ക് എത്രയാ കറാമത്ത് മഹാന്മാർക്ക്. ആ കൊടുത്ത കഴിവിൽ നിന്നാണ്. ഇതേ വാദം ഞങ്ങൾ പറയട്ടെ, ഇത് നിങ്ങളെ വാദമല്ല, സമസ്തയുടെ വാദമല്ല, മക്കയിലെ മുശ്രിക്കുകളുടെ വാദമാണ്. കൊടുത്ത കഴിവിൽ നിന്ന് തേടുക എന്നത് മക്കയിലെ മുശ്രിക്കുകളുടെ പ്രവർത്തനമാണ് എന്നതാ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. തഫ്സീർ ഗ്രന്ഥങ്ങൾ തന്നെ എടുത്തുദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന സമൂഹം അവരതാ തൽബിയത്ത് ചൊല്ലിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവരതാ തൽബിയത്ത് ചൊല്ലി, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. സ്വയം കഴിവുള്ളവനല്ല, പരമമായ കഴിവുള്ളവനല്ല, മറിച്ച് അല്ലാഹ് നീ കൊടുത്ത കഴിവുള്ള നിന്റെ ഉടമസ്ഥതയിലുള്ള ഒരാളെയാണ് ഞങ്ങൾ നിന്നോടൊപ്പം പങ്കുചേർക്കുന്നത്. അതെ, അവർ പങ്കുചേർത്തത് എന്തായിരുന്നു? അല്ലാഹുവിന് കൊടുക്കേണ്ടുന്ന ഇബാദത്തിന്റെ അംശങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിത്തിരിച്ചു എന്ന് പറയുന്ന ഈ പ്രവർത്തനത്തെ അവർ പറയുകയാണ്. കൊടുത്ത കഴിവ് നീ കൊടുത്തതല്ലേ അല്ലാഹ്, അവർക്ക് നീയാണല്ലോ കഴിവ് കൊടുത്തത്. ലാത്ത മഹാനാണ്, മഹാന് കഴിവ് കൊടുത്തത് നീയാണ്. ഉസ്സ മഹാൻ, അതുപോലെ തന്നെ പിന്നെ എന്ന് ഇബ്നു അസ്ഖലാനി പറഞ്ഞ പോലെ അവർക്കൊക്കെ നീ കൊടുത്ത കഴിവാണ് അല്ലാഹ് ഉള്ളത്. ആ കഴിവ് കൊണ്ട് ഞങ്ങൾ അവരോട് ചോദിക്കുന്നു, അതിനോടൊപ്പം ഞങ്ങൾ നിന്നിലേക്ക് പങ്കുചേർക്കുന്നു എന്ന് പറഞ്ഞ വാദം ഇത് മക്കയിലെ മുശ്രിക്കുകളുടെ വാദമാണ്. ആ വാദത്തെ തകർത്തെറിയുകയാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അതിൽ ആരെന്നില്ല, അത് ചെയ്യുന്ന ആരായാലും പെടും, അത് ചെയ്യുന്ന ആരും പെടും. അതിന് എംപി ആണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആരാണെങ്കിലും അതിൽ പെടും. ആ ആയത്തിന്റെ ലിമിലാണ് അവർ പെടുക. ഞാനതിലില്ല എന്ന് പറഞ്ഞ് കുതറി മാറിയിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്നത് അതിൽ തത്തുല്യമാണോ അതിൽ പെടുക തന്നെ ചെയ്യും. ഇനി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്ന ഒരു ഉപമ, ഓ മനുഷ്യ സമൂഹമേ, ഒരു ഉപമ വിവരിക്കപ്പെടുകയാണ്. ശരിക്ക് ശ്രദ്ധിക്കണേ. ഇസ്മഊന്നല്ല, ഇസ്തമിഊ. ശരിക്ക് ശ്രദ്ധിക്കണേ, കാതുകൊടുത്ത് കേൾക്കണേ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവർ. എന്ത് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നവർ നടത്തം വെക്കുമായിരിക്കും? ഇല്ല, ആരാധിക്കുന്നവർ തന്നെ.
ഞങ്ങൾക്കത് പറയാൻ മടിയില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നത് ഇബാദത്തിന്റെ പട്ടികയിൽപ്പെട്ടതാണെന്ന് ഗ്രന്ഥങ്ങൾ കൊണ്ട് തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ് അതിനാണ് നമ്മൾ കൃത്യമായ ഒരു ചോദ്യോത്തരം വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ശക്തമായ ഈ തൗഹീദിനെ സ്ഥാപിക്കാൻ അള്ളാഹുവിന്റെ ഖുർആനിന്റെ ശക്തമായ ആശയം ഇതാ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവർ, തേടുന്നവർ, ശിഖായത്ത് നടത്തുന്നവർ ആരുമാവട്ടെ, പരിശുദ്ധ ഖുർആൻ പറയാം, അത് നബിയോ വലിയോ മരമോ കല്ലോ ബിംബമോ മലക്കോ മണ്ണോ എന്തുമാവട്ടെ, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആരുമാവട്ടെ, ആ ആളുകളെല്ലാം ഇനി ഖബറിൽ കിടക്കുന്നവരാണെങ്കിലും ഇന്നിപ്പോ ഖബറിന്റെ പുറത്തിരുന്ന് ഇപ്പൊ ഖബറിലേക്ക് പോകാൻ പോണവരാണെങ്കിലും ഇവരെല്ലാവരും തന്നെ ഇവരെല്ലാവരും ഒരീച്ചയെ പടച്ചിട്ടില്ല. മാത്രമല്ല വലവിദിത്തമൗലഹു, നിങ്ങൾ വിളിക്കുന്ന സിഎം മടവൂരോ, നിങ്ങൾ വിളിക്കുന്ന പ്രവാചകനോ, നിങ്ങൾ വിളിക്കുന്ന മുഹിയുദ്ദീൻ ശൈഖോ, നിങ്ങൾ വിളിക്കുന്ന മമ്പറഞ്ചാരത്തിലെ ശൈഖോ ആരുമാവട്ടെ ഒരീച്ച പടച്ചിട്ടില്ല. അവരെല്ലാരും പാടെ ഒരുമിച്ച് കൂടിയാൽ നടക്കൂല. കൊടുത്ത കഴിവുണ്ടല്ലേ അള്ള പറയാൻ തന്നിട്ടില്ല ഇല്ല എന്നുള്ള ശക്തമായി ഈച്ച ഈസ് വെരി വെരി ചെറിയ സാധനമാണ്. only 40 days മാത്രം ജീവിക്കുന്ന സാധനം, ഏറ്റവും ചെറിയത്. ഇല്ല മക്കളെ, ഇല്ല, അതുണ്ടാവില്ല. പിന്നെ നിങ്ങൾ വലുത് ചോദിച്ചാല് ഉണ്ടാവില്ല എന്നുള്ള പഠിപ്പിക്കുകയാണ്. ഖുർആന്റെ പറയുന്ന നോക്ക്, ഈച്ചെന്ന് മാത്രമല്ല, ഈച്ച അതിന്റെ കാലിൽ എന്തെങ്കിലും പറ്റിപ്പിടിച്ചത് എടുത്തുകൊണ്ടുപോയാൽ ഇവർക്ക് അവകാശപ്പെട്ടത്, ഇവർക്ക് കൊടുത്ത ചക്കരക്കഞ്ഞിയില്ലേ, ഇവർക്ക് കൊടുത്ത പിന്നെ കൽക്കണ്ടല്ലേ, ഈ സാധനങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഈച്ചേന്റെ കാലിൽ പറ്റിപ്പോയാൽ അത് പിടിച്ചു വാങ്ങാനുള്ള കൈവര് പറ്റില്ല. എന്നാൽ നിങ്ങളെ കഥ മഹാകഷ്ടട്ടോ, നിങ്ങളെ മഹാകഷ്ടം. നിങ്ങൾ എന്നിട്ട് പറയാം കൈവുണ്ട്, പറ്റും, കഴിയും. എന്നിട്ട് അള്ളാഹ് അവസാനം പറഞ്ഞറിയോ, തേടുന്നവനും തേടപ്പെടുന്നവരും ദുർബലർ തന്നെ. പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ വേണ്ട, വിട്ടേര്, പ്രാർത്ഥിക്കുന്നുള്ള വിട്ടേര്. തേടുന്നവനും തേടപ്പെടുന്നവനും ദുർബലൻ. വഹീദ് കഴിവില്ല, മമ്പർത്തങ്ങൾക്ക് കഴിവില്ല, ബദരീങ്ങൾക്ക് കഴിവില്ല, ഒരാൾക്കും ഇത് ചെയ്തു തരാനുള്ള കഴിവില്ല. നിങ്ങൾ ദ്വാരന്നാൽ, നിങ്ങൾ സഹായം തേടിയാൽ ഉത്തരം നൽകാനുള്ള കഴിവില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ശക്തിപ്പെടുത്തുമ്പോ ഉണ്ടെന്ന് ധാരണി നിങ്ങൾ പറഞ്ഞാൽ പ്രമാണത്തെ കൊഞ്ഞനം കാണിക്കുകയാണ് നിങ്ങൾ. അള്ളാന്റെ ഖുർആനിനെ തവിട്ടിപ്പുറത്താക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിൽ അത്ഭുതമൊന്നുമില്ലട്ടോ. രണ്ട് ജിൻസാണെങ്കിലും ഒരേ സാധനമാണല്ലോ. അതിലൊരു കൂട്ടത്തിൽ പ്പെട്ട ആളുകൾ ഖുർആൻ അടുക്കി വെച്ച് അതിന്റെ പുറത്ത് കയറി ചവിട്ടി നിന്ന് ജീവിച്ച ആളുകളല്ലേ അല്ലേ? ഖുർആൻ അടുക്കി വെച്ചിട്ട് അതിന്റെ പുറത്ത് കയറിക്ക, ഖുർആൻ അറ്റത്ത് പിന്നെ വാർക്കുമ്പോ അതിന്റെ അറ്റത്ത് തിരികെ വെക്കാൻ വേണ്ടി ഖുർആന്റെ താളുപയോഗിച്ച ആളുകളല്ലേ നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വർഗം. ഏതാ വർഗം? ഒരേ സാധനം, ആശയത്തിൽ വ്യത്യാസമില്ലാത്ത സാധനം. പിന്നെ ഞാന് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇടക്കിടക്ക് ദാരിദ്ര്യമൊന്നും മുട്ടി നോക്കുകയാണ്. അതുകൊണ്ടായിരിക്കും രാമന്തളി ഒഴിവാക്കിയതല്ലേ, രാമന്തളി ഒഴിവാക്കിയത് അതുകൊണ്ടാണല്ലേ. രാമന്തളി മധ്യസ്ഥൻ ഇപ്പൊ ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് പേടിയാ, ഞങ്ങൾ പിടിക്കുന്നു അല്ലേ? ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഞങ്ങൾ കൃത്യമാണ് ആദർശത്തിന്റെ വിഷയത്തിൽ. അന്ന് നിങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ പറയുന്നു, ഇപ്പോഴും ഞങ്ങൾ പറയുന്നു തെറ്റാണിത്. അന്നും പറഞ്ഞെന്താണ്, നിങ്ങൾ ചെന്ന് ശിർക്കാണ്, ഇന്നും ഞാൻ പറയുന്നു നിങ്ങൾ ഇത് ശിർക്കാണ്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോ നിങ്ങൾ അതൊന്നും പറഞ്ഞെന്ത് ചെയ്യണ്ട, ബേജാറാക്കാൻ നിൽക്കണ്ട. നിങ്ങൾ വിചാരിച്ച് ഞാൻ എന്റെ കൂട്ടുന്ന മാറും, ഞാൻ മാറൂല. ഞങ്ങൾ കൃത്യമായി തന്നെ പറയും. അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഇനി കഴിവില്ല എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കും. നിങ്ങൾ തെളിയിക്കണല്ലെങ്കിൽ എന്നറിയോ? ഖുർആൻ പറയാണ്, വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി മാ യംലികൂന മിൻ ഖത്മീർ. അല്ലാഹുവിനെ പുറമെ വിളിച്ചു തേടുന്ന ആളുകളുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നവർ, ആരാധിക്കുന്നത് എന്തോ ആയിക്കോട്ടെ, ആ ആളുകൾ മാ യംലികൂന മിൻ ഖത്മീർ. നിങ്ങളൊക്കെ ഈത്തപ്പഴം തിന്നുന്നവരല്ലേ? ഈത്തപ്പഴം തിന്നുന്നത് നല്ലതാണ്. ആ ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ പുറത്തൊരു പാടയുണ്ട്. ആ പാടം എടുത്ത് കയ്യിൽ വെച്ച് നോക്കി. അള്ള പറയാണ്, ആ പാടയുടെ അത്ര പോലും കഴിവ് അവർക്കില്ല. അള്ള പറയില്ല, നിങ്ങൾ പറയുന്നുണ്ട്. ഏത് വിശ്വസിക്കണം? അള്ള പറയണില്ല, ഒരു പാടേന്റെ കഴിവ് പോലും ഇല്ല. നിങ്ങൾ പറയുന്നുണ്ട്. നമ്മളിപ്പോ എന്താ കാട്ട?
അപ്പോ അള്ളാന്റെ ഖുർആൻ വളരെ ശക്തമായി പഠിപ്പിക്കുന്നുമില്ല. ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ ഈ തേട്ടൻ ഖുർആൻ പറഞ്ഞെന്താണെന്നറിയോ? ഒരുത്തൻ വെള്ളത്തിന്റെ മുന്നിൽ പോയി എന്നിട്ട് പറയാൻ, വെള്ളം എന്റെ വായിലേക്ക് ഇങ്ങോട്ട് പോന്നോളി, ഇങ്ങോട്ട് പോരി എന്ന് പറഞ്ഞാൽ അള്ള പറയാണ്, മക്കളെ നടക്കൂല, നിങ്ങളെ പ്രവർത്തനം അങ്ങനെയാണ്. ഖുർആൻ പഠിപ്പിക്കാൻ ലഹുദാബത്തുൽ ഹഖ്, യഥാർത്ഥത്തിലുള്ള ആരാധന പ്രാർത്ഥന അവന് മാത്രം. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരു ഉത്തരവും നൽകാൻ അവർക്ക് കഴിയില്ല. അതാരാണെങ്കിലും ശരി, മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ച് പ്രാർത്ഥിച്ച സാധനമാണെങ്കിലും ശരി, നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകളാണെങ്കിലും ശരി, അല്ല എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഇത് ആമല്ലേ, വളരെ കൃത്യമല്ലേ ഖുർആൻ പറഞ്ഞത്? മമ്പർത്തങ്ങൾ ഒഴിവ്, മുഹ്യിദ്ദീൻ ശൈഖ് ഒഴിവ്, മുഹമ്മദ് നബി ഒഴിവ് ആണോ? അല്ല. അല്ലാഹുവിന് പുറമെ വിളിച്ചു തേടപ്പെടുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരെല്ലാം ഇതിൽപ്പെടാൻ. എന്നിട്ട് ഖുർആൻ പറയാണ്, ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗിഹി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. ഖുർആൻ പറയാണ്, അവിടെ പോയിട്ട് വെള്ളം തേടുന്നവൻ പോലെ ആ വെള്ളത്തിന് നിങ്ങൾ കയറി വരാൻ പറ്റും? അതിന് കഴിയില്ല. അതങ്ങനെ കിടക്കും. നിങ്ങൾ പറഞ്ഞ മരിച്ചവനെ പോയി വിളിച്ചാൽ പോലെ അങ്ങനെ കിടക്കും. നിങ്ങൾ ഇവിടെ കിടന്ന് വിളിച്ചു തേടി ഒച്ചയുണ്ടാക്കി ബേളുണ്ടാക്കി പാതിരാത്രി ഒച്ചയുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഓല് വരൂല, ഓല് വിളി കേൾക്കൂല, ഓല് ഉത്തരം നൽകൂല. അത് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതല്ലേ. മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, തന്റെ മകൻ അബ്ദുൽ വഹാബ് ഉപ്പാന്റെ അടുത്ത് വരികയാണ്. ഉപ്പ മരിക്കാൻ കിടക്കുന്നു. മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് മരിക്കാൻ കിടക്കുകയാണ്. ആ മരണ സന്ദർഭത്തിൽ മകൻ അബ്ദുൽ വഹാബ് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, ഉപ്പ എനിക്കൊരു നസീഹത്ത് തരണം. ഉപ്പാന്റെ അവസാനത്തെ നസീഹത്ത് എന്താ അറിയോ? അലൈക ബിതഖ്വല്ലാഹ്, മോനെ നീ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണേ. കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ 2-3 വാക്കുകൾ മാത്രം പറയും. വക്കിലിൽ ഹവായിജ ഇലല്ലാഹ്, നിന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹനെ ഏൽപ്പിച്ചു കൊടുക്ക്. എല്ലാം മോനെ അല്ലാഹനോട് തേടിക്കോട്ടോ, എല്ലാം അല്ലാഹന്റെ അടുത്തുനിന്ന് ചോദിച്ചോളീൻ. ആരായി പറഞ്ഞെന്നറിയോ? സ്വന്തം ജീവിതത്തിൽ മറ്റൊരുത്തനെ ആശ്രയിച്ച് ഭക്ഷണത്തിനും വെള്ളത്തിനും ആശ്രയിച്ച അതേ മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറയണ മുഴുവനും അല്ലാഹനോട് തേടണേ മോനെ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറയാൻ, പോളിഞ്ഞില്ല നിങ്ങളെ മുഴുവൻ തൗഹീദും, നിങ്ങൾ കൊണ്ടുവന്ന സാധനം മുഴുവൻ പോയില്ലേ? നിങ്ങൾ പുതപ്പുണ്ട് കൊണ്ടുവന്നതും ജുബ്ബ കൊണ്ടുവന്നതും അങ്ങനത്തെ കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവനും മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകത്തിന്റെ മുന്നിൽ തകർന്ന് തരിപ്പണമായി പോവുകയാണ്. ഇനി നമുക്ക് നിങ്ങൾ വിടാൻ പറ്റുന്നൊരു വർത്താനം കൂടി ഞാൻ പറഞ്ഞുതരാം, തീർക്കാം. എന്താണെന്നറിയോ? കല്ലും മരവും ജിന്നും ശൈത്താനും ഒക്കെ അവിടെ വെക്കട്ടെ. ഇവരൊക്കെ നിങ്ങൾ വിളിച്ചു തേടുന്നുണ്ട്, അത് വേറെ വിഷയം, അവിടെ ഇരിക്കട്ടെ. എന്നാലും ഇനി മഹാന്മാരെ വിളിച്ചു തേടിയാലോ? ഖുർആൻ പറയാണ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ഇബാദുൻ അംസാലുക്കും. കഴിഞ്ഞില്ലേ? നിങ്ങളെപ്പോലെയുള്ള അടിമകളെയാണ് നിങ്ങൾ വിളിച്ചു തേടുന്നത്. നബി അടിമയാണ് നിങ്ങളെപ്പോലെ, പ്രവാചകന്മാർ, അതുപോലെ ഔലിയാക്കൾ. ഈ ആളുകളെല്ലാം ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. പരിശുദ്ധ എന്നിട്ട് അല്ലാഹു പറയാണ്, ഫദ്ഉഹും ഫലസ്തജീബു ലക്കും ഇൻ കുന്തും സാദിഖീൻ. വിളിച്ചോക്കടോ, ഒന്ന് വിളിച്ചോക്കടോ, ഉത്തരം കിട്ടാൻ നോക്കാൻ. നിങ്ങൾ വിളിച്ചോക്ക് ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾ ഈ പറഞ്ഞ തൗഹീദുണ്ട്, തൗഹീദ് എന്ന് പറഞ്ഞ നിങ്ങളെ ശിർക്ക് സമ്പ്രദായം ഉണ്ടല്ലോ, അത് നിങ്ങളാ പറഞ്ഞതിൽ വല്ല സത്യസന്ധത ഉണ്ടെന്ന് വിളിച്ചോക്ക്, ഒന്ന് വിളിച്ചോക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വിളിക്കടോ. ഇല്ല, നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. കാരണം അവർ നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായി നമ്മളോട് പഠിപ്പിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വർത്തമാനം ഇനി ഒന്നും കൂടെ ജീവിച്ചിരിക്കുന്നവരിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അടിമകളെ പറഞ്ഞു, ഇനി അതിനകത്ത് മരിച്ചോരോ ഖുർആൻ പറയക്കട്ടോളി. ഖുർആൻ പറയാൻ, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലുഖൂൻ. അല്ലാഹുവിന് പുറമെ വിളിച്ചു തേടുന്ന ആളുകളുണ്ടല്ലോ, ലാ യഖ്ലുഖൂന ശൈഅൻ, അവരൊരു വസ്തുവിനെ സൃഷ്ടിക്കുന്നില്ല. വഹും യഖ്ലുഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവർ, അവരെന്നെ സൃഷ്ടിച്ചവർ, സൃഷ്ടികളാണ് അവർ തന്നെ. അംവാതുൻ ഗൈറു അഹ്യാൻ, മരിച്ചോലാട്ടോ, ജീവനില്ല. മുഹ്യിദ്ദീൻ ശൈഖ് ജീവിച്ചിരിക്കണ്ടോ? ഇല്ല, മരിച്ചോലാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, റസൂലുള്ളാഹി മരിച്ചുപോയി. നിങ്ങളെ കൗമിന്റെ ഒക്കെ വിചാര റസൂൽ എപ്പോഴും ജീവിച്ചിരിക്കുന്നതാണ്. മരിച്ചിട്ടില്ല. ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് പോയി അവിടുന്ന് അങ്ങോട്ട് നീങ്ങുന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നടക്കുന്നത്. മനസ്സിലായോ? മരിച്ചിട്ടില്ല നിങ്ങളെ വാദം. ആയിക്കോട്ടെ, ജീവിച്ചാലും മരിച്ചാലും ഒക്കെ കണക്ക് തന്നെയാണ്. അപ്പോ മമ്പർത്തങ്ങൾ അതെന്താണ് ഡെഫിനിറ്റ് ഉറപ്പാണ് മരിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി മറ്റോരോ ഒരു മരിച്ചിരിക്കുന്നത്
പിന്നെ CM മടവൂരിന് ഒരു ജാറപ്പുറത്ത്, മറ്റേടത്ത് പിന്നെ ഒരു സെന്റർ, വേറൊരാൾക്ക് അവിടെ ഒരു ജാറ ഇവിടെ ഒരു ജാറം, അങ്ങനെ ഉണ്ടാക്കി മാറി മാറി കിടന്ന ആളുകൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ. ഈ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളെല്ലാം അംബാതുൻ ഗൈറു അഹ്യാ, ജീവനില്ലാത്ത മരിച്ചുപോയോലാണ്. ഇതെന്തായാലും കല്ലല്ലോ, ഇതെന്തായാലും ജമാഅത്തിനെ കുറിച്ചല്ലല്ലോ, ഇത് ജമാഅത്തല്ലല്ലോ, ഇത് ഹജറല്ലല്ലോ, ഇത് മദറല്ലല്ലോ, ഇത് ഷജറല്ലല്ലോ, പിന്നെന്താ? ഇത് നമ്മളെപ്പോലെയുള്ള അംബാത്ത് എന്ന് പറഞ്ഞാൽ അതേ ജീവനുണ്ടായിട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ ആളുകൾ അതിലെല്ലാവരും പെടും. നിങ്ങൾ ഇവിടുന്ന് വലിയ വർത്താനം ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈസാ നബി അവിടെ നിന്ന് ഇരിക്കില്ലേ? ഞങ്ങളത് അങ്ങോട്ട് ചോദിക്കാണ്. ഇൻഷാ അല്ലാഹ് അത് കൃത്യമായിട്ട് നിങ്ങളുടെ പിന്നെ മറുപടിയിൽ വരും. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വിഷയങ്ങൾ കൃത്യമായി വെച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോഴും ജീവിച്ചിരിക്കല്ലേ? മരിച്ചിട്ടില്ലല്ലോ, ഉണ്ടോ? ഇല്ല, എപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഈസാ നബീന്റെ കാഴ്ച നമ്മളെ പോലത്തെ കാഴ്ചയാണോ? ഇല്ല. സമയം ഖരീബുൽ ബഈദ എന്നാണല്ലോ പറയല്. ഈസാ നബി ഇപ്പോഴും ജീവിച്ചിരിക്കണേ. ഈസാ നബീന്റെ കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉത്തരം നൽകാൻ കഴിയില്ലെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഈസാ നബി അലൈഹിസ്സലാം ഇവിടുന്ന് നിങ്ങൾ വിളിക്കുന്നത് കേൾക്കണില്ല. ഇനി യാ മറിയം, യാ വലിയത്തുല്ലാഹി മറിയം എന്ന് നിങ്ങൾ വിളിച്ചാൽ മറിയം ബീവിയും കേൾക്കൂല. ഈസാ നബിയോ ജീവിച്ചിരിക്കുന്ന ആളാണ്. ജീവിച്ചിരിക്കുന്ന ആളും ഈ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയോ നിങ്ങൾക്ക് ഉത്തരം നൽകുകയോ ചെയ്യുകയില്ല. മനസ്സിലായോ? എന്താ പറഞ്ഞ്? ജമാഅത്താണല്ലോ, അത് കല്ല് ദൈവമാണ്. നിങ്ങൾ പേരോടിന് പഠിക്കല്ലേ ധർമ്മി? കാരണം പേരോട് ഇങ്ങനെ പിടിക്കുമല്ലോ. നിങ്ങൾ ശേഖ് പറഞ്ഞ പോലെ പിന്നെ 4 കാലും 2 കൊമ്പൊക്കെയുള്ള മൂരിക്കുട്ടീന്റെ ഇമ്മ എന്ന് പേരോട് പറഞ്ഞമാർ ഇങ്ങനെ പിടിക്കല്ല ധർമ്മി, ഇങ്ങനെ ഡയറക്റ്റ് പിടിക്കും. അതിലെന്താ ഉള്ളത്? വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഉസൈർ അലൈഹിസ്സലാം പ്രവാചകനാണോ കല്ലാണോ ജമാദാണോ? നിങ്ങൾ പറയും. ഈസാ നബി അലൈഹിസ്സലാം കല്ലാണോ മരമാണോ? മലക്കുകൾ മരമാണോ കല്ലാണോ? പിന്നെന്താ? ഇലാഹാണെന്ന് കരുതിക്കൊണ്ട് വിളിച്ചാൽ കേൾക്കൂല. നബിയാണെന്നോ അള്ളാന്റെ അടിമയാണെന്നോ കരുതിക്കൊണ്ട് വിളിച്ചാൽ കേൾക്കും. അതൊരു പുതിയ അസ്ലാണ്, പുതിയൊരു അസ്ൽ നിങ്ങൾ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ അങ്ങനെ പലതിനും അസ്ൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം. അപ്പോ കൃത്യമായി അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. മക്കളെ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകളെല്ലാം അവരാരായാലും, നബിയാണെങ്കിലും വലിയാണെങ്കിലും ആരാണെങ്കിലും അവർക്കാർക്കും ഉത്തരം നൽകാൻ കഴിയില്ല. അവരാരും നിങ്ങൾക്ക് സഹായിക്കാനുള്ള കഴിവും അവർക്കില്ല. അത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. ഇനി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ കഴിയുമോ? ഇല്ല എന്ന് ബുഖാരിയുടെ ഹദീസ് തന്നെ പരിശോധിച്ചോ. നാളെ ഹൗദുൽ കൗസർ കൊടുക്കുന്ന സന്ദർഭത്തെ വിശദീകരിക്കുമ്പോ ഇന്നക ലാ തദ്രി മാ ഹദസു ബഅദക, നിനക്ക് ശേഷം ഇവരുണ്ടാക്കിയതൊന്നും നീ അറിഞ്ഞിട്ടില്ല നബിയേ. അള്ളാന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞില്ല ഖബറിൽ കിടന്നിട്ട്. നിങ്ങൾ പറഞ്ഞ അറിയുന്നു. നിങ്ങൾ നമ്മൾ തള്ളാണ്. നിങ്ങൾ അതല്ല, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും ഞാൻ ഇതാ കൃത്യമായി ഞങ്ങളെ തെളിവുദ്ധരിച്ചുകൊണ്ട് കൃത്യമായി നിങ്ങളുടെ മുന്നിൽ ഇതാ വിഷയം പറയുകയാണ്. പിന്നെ യാ ഇബാദല്ലാഹി യഈനൂനി, നമ്മളെ വിഷയം തന്നെ സഹീഹായ ഹദീസ് എന്നാണ് മോനെ, അത് പഠിച്ചോളൂ. എന്തെങ്കിലുമൊക്കെ വാറോല എടുത്ത് അടിച്ച് ബിഷാക്കാക്കല്ലേ. പിന്നെ വളരെ കൃത്യമായി പഠിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന വിഷയം. പിന്നെ ബിലാൽ ബിൻ ഹാരിസുൽ മുസ്നി, മക്കളെ ഇതൊന്നും കവലപ്രസംഗമല്ലല്ലോ, ഇവിടെ വന്ന് പറയണല്ലേ, ഞങ്ങളെ മുന്നിൽ നിങ്ങൾ ഇരിക്കുന്നത് കൃത്യമായിട്ട് ഞങ്ങൾ പിടിക്കൂല. ബിലാൽ ബിൻ ഹാരിസുൽ മുസ്നിനൊക്കെ എടുത്ത് പറയാൻ പാടുന്നു. വല്ലാത്ത പ്രയാസം തന്നെ അത്. എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്? എന്തെങ്കിലുമൊക്കെ പറയല. ഹദീസ് സഹീഹായത് കൊണ്ടുവാ, കൃത്യമായ ഹദീസ് കൊണ്ടുവാ. അങ്ങനെ ഖുർആന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, ഇല്ല, നിങ്ങൾ അരമണിക്കൂർ സംസാരിച്ചിട്ട് നിങ്ങളുടെ വാദം തെളിയിക്കാൻ പറ്റുന്ന ഒരു ആയത്തിന്റെ കഷണം പോലും ഓർത്തിരിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല സമയബന്ധിതമായി തീർക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ നിങ്ങൾക്ക് വിഷയം പറയുമ്പോൾ ഞങ്ങളെ കളിയാക്കാനല്ലേ സമയം ഉണ്ടായിരുന്നത്? ഞങ്ങളെ കളിയാക്കാനും അങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് പറയാനും സമയം ഇല്ലേ? എന്നാൽ ഞങ്ങൾ കൃത്യമായി വിഷയം പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇതാ ഞങ്ങൾ ആ വേളയിൽ പ്രസംഗിച്ച വിഷയം ഇവിടെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്ന ഒരിക്കൽ കൂടി. അല്ലാത്തവരെ വിളിച്ചു തേടൽ അത് ശിർക്കാണെന്നും നിങ്ങളെ കയ്യിലുള്ള ഒന്നിനും ഒരു കഷണത്തിന്റെ തെളിവ് പോലുമില്ല എന്നരമണിക്കൂറത്തെ നിങ്ങളെ പ്രസംഗം കൊണ്ട് ഇവിടെ ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കും. അതുകൊണ്ടായിരിക്കും നാട്ടുകാരെ കുറച്ച് മുസ്ലിമാരെ കൂട്ടിയതിന്റെ കുട്ടൻസ് മനസ്സിലായോ? ആളുകൾ പഠിക്കുമെന്ന് മനസ്സിലായിട്ടാ നിങ്ങളെ ഇൻഷാ അല്ലാഹ് ചോദ്യോത്തരം വരട്ടെ. വളരെ കൃത്യ
വിശദമായി ഞങ്ങൾ മനസ്സിലാക്കി തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീന് അതിന്റെ ശക്തമായ റൂട്ടിൽ ഈ കേരളക്കരയിൽ പരിചയപ്പെടുത്താൻ 14 നൂറ്റാണ്ട് കാലത്ത് പാരമ്പര്യത്തെ പ്രകടം മറിച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ പുതിയ ആശയത്തെ ഈ പേരാമ്പ്രയിൽ വെച്ച് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് തകർത്തു തരിപ്പണമാക്കും. അപ്പോ കണ്ണീർ വരും ദാരിമി ഞങ്ങളുടേതല്ല, നിങ്ങളുടെ കണ്ണടയുടെ ഉള്ളിലൂടെ കണ്ണീർ വരും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾക്ക് കരച്ചിൽ വരില്ല. ഞങ്ങളെപ്പോഴും ഇപ്പോഴും നിങ്ങളെക്കാളും വലിയവരുടെ മുന്നിൽ സമ്മാനം നടത്തിയിട്ട് ഞങ്ങളെപ്പോഴും അടിയുറച്ചു നിന്നവരാണ്. പിന്നല്ലേ ഞങ്ങളല്ല, നിങ്ങൾ കരയും ഇൻഷാ അല്ലാഹ്. ഒരു 3 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ ദാരിമിയുടെ കണ്ണിന്ന് കണ്ണുനീര് വരും, വേണ്ടായിരുന്നത് തോന്നും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിന്റെ ശരിയായ മാർഗത്തിലൂടെ തൗഹീദിന്റെ ആ ആദർശത്തിൽ അടിയുറച്ചെന്ന് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, ചായ കൊടുത്തോളൂ. ചായ ഈ പരിപാടിക്കൊരു തടസ്സാവൂല. ഇല്ലെന്ന ചായ കൊടുത്തോളൂ, തടസ്സാവൂല. ചായ കൊടുത്തോളൂ. ചായ എങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി വിഷയാവതരണം അവസാനിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ നിശബ്ദരായിരിക്കണം. ചായ കൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ട വളണ്ടിയേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ചായയുമായി എത്തും. നമുക്ക് വളരെ വലിയ ഒരു സമയം നമ്മുടെ ഈ പരിപാടിക്ക് ആവശ്യമുണ്ട്. ഉദ്ദേശിച്ചതിലും വൈകിയാണ് നമ്മൾ പരിപാടി ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വളണ്ടിയേഴ്സ് അല്ലാത്തവരാരും എണീറ്റ് നിൽക്കരുത്. അവരൊക്കെ ശ്രോതാക്കളൊക്കെ അവരുടെ ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരിക്കണം. ഇനി ആദ്യം വിഷയം അവതരിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ പക്ഷത്തോട് എതിർ വിഭാഗത്തിനുള്ള ചോദ്യമാണ്. നാല് മിനിറ്റ് ചോദ്യവും 5 മിനിറ്റ് ഉത്തരവുമാണ്. അങ്ങനെ 10 ചോദ്യോത്തര സന്ദർഭങ്ങളാണ് ഉള്ളത്. സഹോദരന്മാരെ, തുടങ്ങുകയാണ്. ചായ അവിടെ കിട്ടുന്ന നേരത്തോടെ സൂചിപ്പിച്ചവർ ആദ്യം ഞങ്ങൾക്ക് കിട്ടിയ തിരക്കല്ല, ഇവിടെ ഉള്ളവരാണല്ലോ ഈ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് സ്റ്റേജിലേക്ക് ആദ്യം എത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം എല്ലാവരും അനുകൂലിക്കുന്ന സുന്നത്ത് ജമാഅത്ത് തന്നെയാണ്. അത് ആരാന്ന് നോക്കാനാണല്ലോ ഈ സംവാദം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ നമ്മൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ആ രീതിയിൽ പോവുക. തുടങ്ങുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട 2 വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 വിഷയാവതരണങ്ങൾ കേട്ടുകഴിഞ്ഞു നമ്മളൊക്കെ. ഏത് വിഷയാവതാരകനാണ് വിഷയത്തോട് നീതി പുലർത്തിയത് എന്ന് തങ്ങളുടെ വാദം തെളിയിക്കുവാനും എതിരാളിയുടെ വാദം ഖണ്ഡിക്കുവാനും ആരാണ് സമയം ചെലവഴിച്ചത് എന്ന് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം വ്യക്തമാണ്. എന്തുകൊണ്ടെന്നാൽ മുജാഹിദ് പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉയർത്തിപ്പിടിക്കാനുള്ളത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് എന്നതുകൊണ്ട് തന്നെ വിഷയത്തിൽ നിന്ന് തെന്നിമാറുകയോ ആളുകളെ പരിഹസിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ബഹുമാന്യനായ വിഷയാവതരൻ നിങ്ങൾ ആലോചിച്ചു നോക്കുക. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പ്രബോധന പ്രവർത്തനം തുടങ്ങിയ ആദ്യ സമയത്ത് ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഇത് ശിർക്കാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലും അനുയായികളും സമർത്ഥിച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും ഒരു ചർച്ച നടക്കുകയാണ്. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുഭാഗത്ത് ഇയാൾ എഴുന്നേറ്റ് നിന്നാ ചോദിക്കുക,
ഇക്കാലം വരെ അപ്പുറത്ത് നിന്ന് ഇപ്പോഴിതാ കൊല്ലാൻ വേണ്ടി വാളെടുത്തോടിയ ആളുടെ അടുത്ത് നിന്നുകൊണ്ടാണോ ഞങ്ങളോട് സംവാദം നടത്തുന്നത് എന്ന് ചോദിക്കും. പിന്നെയും കുറച്ചു കാലം കഴിയുമ്പോ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അപ്പുറത്ത്. അപ്പൊ എന്താ, ബദർ യുദ്ധത്തിൽ ഇവരെ കൊല്ലാൻ പോയ ആൾ ഇപ്പോഴിതാ അപ്പുറത്ത് നിൽക്കുന്നു എന്ന് പറയും. കുറച്ചു കാലം കഴിഞ്ഞ് ആ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കാണുമ്പോ ഉഹദ് യുദ്ധത്തിൽ വിശ്വാസികളെ ഈ ജഹാദിയൊക്കെയാണ് പറയാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഏതായാലും ഒരു കാര്യം തീരുമാനമായി, മുജാഹിദുകൾ ഒറിജിനൽ മുശ്രിക്കുകളാണ് എന്നായിരുന്നു ഇവരുടെ വാദം. ഇവരുടെ വിശ്വാസം അതാണ്, ഇവർ പ്രചരിപ്പിച്ചതും അതാണ്. പക്ഷെ ഇവിടെ ആ കാര്യം തീരുമാനമായി. എന്തുകൊണ്ട്? മുജാഹിദുകൾ മുശ്രിക്കാകാനുള്ള കാരണം എന്താ? മനുഷ്യ കഴിവിനെ രണ്ടായി വിഭജിച്ചു. മനുഷ്യ കഴിവിൽ പെട്ടതും പെടാത്തതും. ഇവിടെ വിഷയാവതാരണം മുതൽ ഈ അഭൗതികം ഭൗതികം ദൃശ്യം അദൃശ്യം വിശദീകരിക്കാൻ പറഞ്ഞതൊക്കെ എന്താണ്? മനുഷ്യ കഴിവിനപ്പുറം എന്നാണ്. അപ്പൊ മനുഷ്യ കഴിവ് എന്നൊന്നുണ്ട്, അതിനപ്പുറത്തൊരു കഴിവുണ്ട് എന്ന് ഇവിടെ അംഗീകരിച്ചു കഴിഞ്ഞു. അതോടുകൂടി ഈ വിഷയത്തിലുള്ള ഒരു കാര്യം കൃത്യമായി. ഇനി അതല്ല, മനുഷ്യ കഴിവിനപ്പുറം മനുഷ്യ കഴിവിനിപ്പുറം എന്ന് മനുഷ്യ കഴിവ് എന്നൊന്നില്ല എന്നാണോ നിങ്ങളുടെ വാദം? എങ്കിൽ നിങ്ങൾ അത് തെളിയിക്കണം. ഇനി എന്റെ ചോദ്യം ഇവിടെ ഉന്നയിച്ച ഒരു പ്രധാന വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ്. എന്താണ്? ഇവരെല്ലാ സ്ഥലത്തും പറയും, ഇതാ മക്കയിലെ മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്താണ് ഞങ്ങൾക്കെതിരെ ഓതുന്നത്, അത് കാഫിറുകൾക്ക് ഇറങ്ങിയ ആയത്താണ് എന്നാണ്. ഞാനൊരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു വരി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ പുസ്തകം എഴുതിയത് റഹ്മത്തുള്ള ഖാസിമി മൂത്താടെന്ന് പറഞ്ഞ ആളാണ്. അവരെ കൂട്ടത്തിൽ നിന്ന് ആരും എങ്ങോട്ടും ഒഴിഞ്ഞു പോകാത്തത് കൊണ്ട് റഹ്മത്തുള്ള ഖാസിമി അപ്പുറത്ത് തന്നെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എഴുതാൻ, ഒരു തെല്ലിൽ നിലകൊണ്ട പോലെയാണ് പല മുസ്ലിങ്ങൾ തന്നെയും അള്ളാഹുവെ ആരാധിക്കുന്നത്. ആരാധിക്കുന്നത്? മുസ്ലിങ്ങൾ തന്നെയും അള്ളാഹുവെ ആരാധിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ അള്ളാഹുവിന്റെ വല്ല പരീക്ഷണമോ അവർക്ക് ബന്ധപ്പെട്ടാൽ അവർ ഏകനായ അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെയും പരമാധികാരത്തെയും മറന്ന് താൽക്കാലിക ലാഭത്തിനായി ശിർക്കിന്റെ അപ്പോസ്തലന്മാരുടെ മഠങ്ങളിൽ അഭയം കണ്ടെത്തുന്നു എന്ന് ഖാസിമി എഴുതുന്നു. എന്റെ ചോദ്യം, ഇങ്ങനെ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പ്രയാസമുണ്ടാകുമ്പോൾ പോകുന്ന അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിങ്ങൾക്കെതിരെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏത് ആയത്താണ് നിങ്ങൾ ഓതുക? ഇങ്ങനൊരു കൂട്ടരുണ്ടല്ലോ, അള്ളാഹുവിനെ തെല്ലിൽ നിന്നുകൊണ്ട് പല മുസ്ലിങ്ങൾ തന്നെയും അള്ളാഹുവിനെ ആരാധിക്കുന്നു, ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അവർ ശിർക്കിന്റെ ആളുകളിലെ അരികിലേക്ക് പോകുന്നു, അള്ളാഹുവിനെ ആരാധിക്കാതെയല്ല. ഇവർക്കെതിരെ ഏത് ആയത്തോടും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഏതായാലും സ്ഥാനത്തിന്റെ സ്റ്റേജിൽ തക്ബീർ കേട്ടിരുന്നില്ല. ഇവിടെ അതും തുടങ്ങിയിരിക്കുന്നു. ഇന്നേ വരെക്കും കേട്ടിട്ടില്ല. നമ്മൾ തക്ബീർ ചെല്ലുമ്പോ അങ്ങനെ തക്ബീറുണ്ടോ, അങ്ങനെ തക്ബീർ ചെല്ലാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ എന്നൊരു പിരിവുണ്ട്. പിന്നെ ഇവിടെ വിഷയാവതരണം നടത്തിയ സഹോദരൻ സാധു പച്ചപ്പാവം സങ്കടന്റെ അനീഫ സാഹിബ്, എനിക്ക് സങ്കടം തോന്നി. എന്താ ചെയ്തത്? അയാൾ പണ്ട് മുശ്രിക്കായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ടായി, പിന്നെ അങ്ങോട്ടായി, സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. ഇരുത്തിയിട്ട് ഇങ്ങനെ വേണ്ടിയിരുന്നില്ല. ആ സാധുവിനെ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. പാവം തോന്നുന്നു, സങ്കടം തോന്നുന്നു, വേണ്ടിയിരുന്നില്ല. പിന്നെ ഇവിടെ സാധുക്കൾ രണ്ടുപേരും, വിഷയാവതരണം നടത്തിയ സഹോദരനും ചോദിച്ച ആളും ഇവിടുത്തെ വാദം മറന്നിരിക്കുന്നു. ഈ വാദം എങ്ങനെ വായിച്ചു വരണ്ടേ? എന്താണ് ഇവിടുത്തെ വിഷയം, എന്താണ് ഇവിടുത്തെ വാദം? അതറിയില്ല. മരിച്ചോര് കേൾക്കോ, അതിന് വേറെ വ്യവസ്ഥ ഇരിക്കോ, ഞങ്ങൾ വരാം ഇൻഷാ അല്ലാഹ്. ഇത് കഴിഞ്ഞ് അടുത്ത ചർച്ചയിലായിക്കോട്ടെ. മരിച്ചവര് കാണോ, കേൾക്കോ, അറിയോ, നിങ്ങൾ ചർച്ച ചെയ്യാം. അടുത്തത് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം ചർച്ച ചെയ്ത് അടുത്ത വാദമേരിക്കോ. മക്കയിലെ മുശ്രിക്കുകൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? ഇല്ലേ? ഞങ്ങൾ സംവാദം നടത്താൻ തയ്യാറാണ്. ഓരോന്നോരം നടത്താം, കുഴപ്പമില്ല. പിന്നെ ഇവിടെ എഴുതിയെന്താ? ഇങ്ങനെ നമ്മളെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ വാദവുമായി ബന്ധപ്പെട്ട, ഞാൻ വാദം ഒന്ന് വായിക്കാം. സുന്നികളുടെ വാദം എന്താ? അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല. അതിലെവിടെ മോരവി മക്ക മുശ്രിക്കും കാര്യങ്ങളും നമ്മൾ അതൊരു വിഷയം അതല്ലല്ലോ. നിങ്ങൾ വിഷയം വാദത്തിൽ നിൽക്കണം. പിന്നെ ഞങ്ങളിവിടെ
സഹായം ചോദിക്കുന്നതും ഒക്കെ ഉണ്ട്. അതല്ല ചോദിച്ചത്. പിന്നെ അഭിനന്ദന MT അബൂബക്കർ ദാരിമി ഇവിടെ പ്രതീക്ഷിക്കുന്നു എന്ന വിഷയം പറഞ്ഞു. അതിന് തെളിവ് തിരിച്ചു. തൊട്ടോ നിങ്ങൾ? തൊട്ടില്ല. പിന്നെ യാ ഇബാദുള്ളവർക്ക് പൊള്ളര്. കാരണം പഴയ കാലത്ത് കുറെ വാദിച്ചു നടന്നതല്ലേ, മറ്റാൾ തൗബ ചെയ്തതാണല്ലോ. അത് പ്രശ്നമാണല്ലോ. അപ്പൊ അത് ഇവിടെ ഉണ്ട്, അതുമുണ്ടണ്ട. നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഓരോന്നോരോന്ന് പറയിപ്പിക്കും, വാദത്തിൽ നിൽക്കും. ചോദ്യം ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളെ ചോദ്യവും ഈ വാദവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? വാദത്തിൽ വെച്ച് ചോദിക്കുകയും വാദത്തിൽ ചോദിക്കും. ഞങ്ങളെ വിഷയം എന്താ? മഹാമാരെന്ന് ഗുണം പ്രതീക്ഷിക്കുന്നത്, അവരോട് സഹായം ചോദിക്കുന്നത് തൗഹീദിനെതിരല്ല. അതിനെക്കുറിച്ച് വല്ലതും ചോദിക്കാനില്ലാത്തത് കൊണ്ട് വേറെ എവിടേക്കേലും പോവുകയാണ്. സാധുക്കൾ ഒരു ചോദ്യമെങ്കിലും ഉണ്ടാക്കിയിട്ട് വരണ്ടേ? ഒരു ചോദ്യമെങ്കിലും ഞങ്ങളോട് ചോദിക്കാണ്. ഒരു ചോദ്യം പോലും ഉണ്ടാക്കാൻ കഴിയാതെ സാധുക്കൾ വന്നു. ഞങ്ങളെ വാദത്തിന് ഞങ്ങൾ തെളിവ് പറഞ്ഞു. എന്ത്? നിങ്ങളുടെ പുസ്തകം ഞങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങളെ പുസ്തകമാണ്. എന്താ പുസ്തകത്തിന്റെ പേര്? ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ്. ആരാ എഴുതിയത്? സകല മുജാഹിദിനും ബാധകമാണ്. സകല മുജാഹിദിനും. കുഞ്ഞീദ് മദനി ഇനി അപ്പുറത്ത് വേറെ ആളുണ്ട്, അവിടുന്ന് വന്നാള്, മടവൂരിൽ നിന്ന് വന്നാള്, ബേക്കിരിക്കുന്നുണ്ട്, അപ്പുറത്തും. ഇത് സകല ഗുലാബിയാണ്. അയാൾക്കൊന്നും ഇപ്പോഴും തന്നെ സിഹിറിനെ കുറിച്ച് മുമ്പിലുള്ളവർ പറയുന്ന വിശ്വാസം ബേക്കിലുള്ളവർക്ക് ഉണ്ടാവൂല. അതൊന്നും ഞങ്ങളെ വാദവും വിഷയമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഞങ്ങളതിനെ തൊടുന്നില്ല, ഞങ്ങളതിനെ കുറിച്ച് പറയുന്നില്ല. ഞങ്ങളെ വിഷയം ഞങ്ങളിവിടെ നിങ്ങളെ പുസ്തകം ഉദ്ധരിച്ചു. ആ പുസ്തകത്തിൽ പറഞ്ഞ വാദം ഞങ്ങൾ വായിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരിൽ നിന്ന് അദൃശ്യമായ രീതിയിലൂടെ, അസാധാരണ രീതിയിലൂടെ ഗുണം പ്രതീക്ഷിക്കുന്നത്. അതിനാ ഞങ്ങൾ തെളിവറിഞ്ഞത്. നിർജോ ബറക്കത്തുഹു ലിസിബിയാനിനാ. എന്തേ തൊടാതിരുന്നത്? എന്തേ മിണ്ടാതിരുന്നത്? ഞാൻ ചോദിക്കട്ടെ നസറുദ്ദീൻ റഹ്മാനി അനീഫ് കായിക്കോടിനെ വയർപ്പെടുത്തിട്ട് നിർജു ബറക്കത്തുഹു ലിസിബിയാനെന്ന് പറയാൻ ധൈര്യമുണ്ടോ? സാധാരണ കഴിവാണെങ്കിൽ, മനുഷ്യ കഴിവിൽപ്പെട്ടതാണെങ്കിൽ അനീഫ ഞങ്ങളെ ചോദ്യം കേൾക്കുമ്പോൾ വേർക്കുന്നുണ്ട്. ഒന്ന് വാ നസറുദ്ദീൻ റഹ്മാനി, ഒന്ന് കുപ്പിയിലാക്ക്, എന്നിട്ട് പറയൂ മാത്രല്ല ഞങ്ങളെ കുട്ടികൾക്ക് സുഗന്ധമാണ്. അനീഫാനെ വേർപ്പെടുത്തിട്ട് തേക്കര്. ഒന്ന് ചെയ്യ് നിങ്ങളെ. കഴിയോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് ഞങ്ങൾ ഹദീസ് തൊടാതിരുന്നത്. മറ്റൊന്ന് ബഹുമാനായ MT അബൂബക്കർ ദാരിമി ഓതിയുടെ ആഴ്ചയുടെ ആദിഹി ജുബ്ബത്തു റസൂലില്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, KM മോര് മരണപ്പെട്ടു പോയിട്ട്, വക്കം മോര് മരണപ്പെട്ടു പോയിട്ട്, അതെല്ലാം കഴിഞ്ഞുപോയ ഏതെങ്കിലും മരണപ്പെട്ടു പോയിട്ട്, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ AP അബ്ദുൽ ഖാദറിന്റെ കുപ്പായം വെള്ളത്തിൽ മുക്കിയിട്ട് കുടിക്കാൻ അനീഫ തയ്യാറുണ്ടോ? നസറുദ്ദീൻ റഹ്മാൻ തയ്യാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? എന്തേ അതിന് തയ്യാറാകാത്തത്? എന്നാൽ സഹാബാ കിറാം, പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം പറയണം, നിങ്ങൾ വിഷയം വാദം പറയണം. സമയം അങ്ങോട്ട് തീർന്നു കിട്ടുന്നില്ല അല്ലെ? ഇവിടെ അതുണ്ടാവും. എവിടെ നിങ്ങളെ വിഷയാവതരണത്തിൽ നിങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട എന്റെ ചോദ്യം എന്തിനാ ഞാൻ ചോദിച്ചത്? ഞങ്ങളുടെ വാദത്തെ ഖണ്ഡിക്കാൻ, ഞങ്ങളുടെ വാദത്തിൽ ഞങ്ങൾ ഉദ്ധരിക്കുന്ന തെളിവുകളെ ഖണ്ഡിക്കാൻ നിങ്ങൾ ഉദ്ധരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ന്യായമാണ് ഞങ്ങൾ ഉദ്ധരിക്കുന്ന ആയത്തുകൾ മക്കയിലെ മുശ്രിക്കുകൾക്ക് മാത്രം ബാധകമായതാണ്, അത് നിങ്ങൾക്ക് ഓതുന്നത് ശരിയല്ല എന്ന്. ഞങ്ങൾ ഓതുന്ന ആയത്തുകൾ ഇന്ന് മൊഹീദ്ദീൻ ഷേഖെ കാക്കണെന്ന് വിളിക്കുന്ന, മമ്പർത്ത തങ്ങളെ രക്ഷിക്കണെന്ന് വിളിക്കുന്ന, ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ പല്ല ഇല്ലല്ലാ, ലാ ചൊറി ഇല്ലല്ലാ, ലാ തലവല വാല ഇല്ലല്ലാ എന്നൊക്കെയുള്ള ദിക്ർ പഠിപ്പിച്ച ബീരാൻ ഔലിയ പാപ്പാനെ വിളിക്കുന്ന കേരളത്തിലെ സുന്നികൾക്കും ബാധകമാണ് എന്ന് തെളിയിക്കാനാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് മനസ്സിലാത്തതിന് ഞാൻ ഉത്തരവാദികളല്ലോ. എന്റെ ചോദ്യം എന്തിനെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ ഓതുന്ന ആയത്തുകൾ ഒന്നും ഇവിടെ ബാധകമല്ല എന്നതിനാണ് നിങ്ങൾ ഇതൊക്കെ മക്കയിലെ മുശ്രിക്കുകൾക്കാണ് എന്ന് പറഞ്ഞത്. അവിടെയാണ് ഞാൻ കാസിമിയുടെ പുസ്തകം എടുത്തു വെച്ച് നിങ്ങളോട് ചോദിക്കുന്നത്. ഇങ്ങനെ ശിർക്ക് ചെയ്യുന്ന ഒരു മുസ്ലിം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നു, എന്നാൽ ശിർക്ക് ചെയ്യുന്നു, ഇങ്ങനെയുള്ള മുസ്ലിങ്ങൾ പണ്ടുണ്ടായിരുന്നു എന്നല്ല, ഒരു കാലത്തും ഇല്ലാന്നല്ല, ഇന്നുണ്ട് എന്നാണ് കാസിമി പറഞ്ഞത്. ഈ മുസ്ലിമിന്റെ മുമ്പിൽ നിങ്ങൾ ഏത് ആയത്തോടും, അതാ ചോദ്യം. എന്തിനാ ചോദ്യം? മനസ്സിലാവുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം വിശദീകരിക്കാതിരുന്നത്. ഞങ്ങളുടെ തെളിവല്ല എന്നതിന് നിങ്ങൾ ഉന്നയിച്ച ന്യായം
അതിനെ ഖണ്ഡിക്കാനാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയില്ല എന്ന് വന്നതോടുകൂടി ഇവിടെ ബഹുമാന്യനായ റഹ്മാനി ഓതിയ മുഴുവൻ ആയത്തുകളും ഞങ്ങളിതാ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ട ദുരവസ്ഥയിലേക്ക് നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ മറുപടി പറയണം. അതിന് ഞാൻ ഇവരെ മുശ്രിക്കാക്കി ഇരുത്തിക്കൊണ്ടുവേണ്ട ആ ജാതിയൊന്നും ഒരു കാര്യമില്ല. പിന്നെ സകല ഗുലാബിയാണല്ലോ എല്ലാ സ്ഥലത്തും ഇപ്പോ, അല്ലേ? മുടി ഉണ്ട് എന്ന് പറഞ്ഞവർ, ഇല്ല എന്ന് പറഞ്ഞവർ, സദ്രജിയുടെ മുടിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞവർ, അത് വേണ്ടാന്ന് പറഞ്ഞവർ ഒക്കെ ഉണ്ടല്ലോ. അതൊന്നുമല്ല നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുക, വിഷയത്തിലേക്ക് വരിക. ഞങ്ങളുടെ വാദം ഞങ്ങൾ അവതരിപ്പിച്ചു. ഞങ്ങളോടുന്ന ആയത്തുകൾ ശരിയല്ലെന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ ന്യായം, ആ ന്യായത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് എന്റെ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. അതിന് പകരം മൂപ്പര് ഇങ്ങോട്ട് ചോദിക്കാം. ബേജാറല്ല, 10 അവസരം എന്റേത് കഴിഞ്ഞാൽ അടുത്ത 10 ഉണ്ട്. നിങ്ങളിങ്ങനെ പേടിക്കണം, നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കണത് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ചോദ്യം ചോദിക്കും, നിങ്ങൾ മറുപടി പറയുക. ഇപ്പോഴത്തെ ചോദ്യം എന്തിനാണ്? ഞങ്ങളുടെ വാദം ശരിക്ക് കേൾക്കണം കേരളത്തിലെ മുസ്ലിങ്ങൾ, സുന്നികൾ, അല്ലേ? സാധാരണക്കാരെ ഒഴിവാക്കിയല്ല. നേരത്തെ പറഞ്ഞ മാതിരി സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതുന്ന അന്ന് ആ നാട്ടിലെ ഉത്തരവാദപ്പെട്ട സഹോദരൻ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ കേൾക്കാൻ സൗകര്യം വേണമെന്ന. ഇപ്പൊ അതുമില്ല, ആണുമില്ല, പെണ്ണുമില്ല, ഇപ്പൊ കുറച്ച് മൊയിലേരുട്ടികളേ ഉള്ളൂ, അല്ലേ? അതായി എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. കാരണം ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ ഞങ്ങൾ ഓതിയ ആയത്തുകൾ മുഴുവൻ ഇവിടെ സ്ഥിരീകരിക്കപ്പെട്ടു. ഞങ്ങൾ ഓതിയ ആയത്തുകൾ തെളിവാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പറയണം കാസിമി പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല. അത് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം മൂപ്പര് ഇപ്പൊ അപ്പുറത്താണോ ഇപ്പുറത്താണോ എവിടെയാണെന്ന് അറിയാത്ത കോലത്തിലല്ലേ. അതുകൊണ്ട് ചോദ്യത്തിന് മറുപടി പറയുക. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റൊരു ചോദ്യം ഇപ്പോൾ ഞാൻ ചോദിക്കുന്നില്ല. കാരണം എന്താ? ഞങ്ങളെടുത്ത പണി മുഴുവൻ ഇതിന്റെ ഉത്തരായതോടുകൂടി റെഡിയായി. ഞങ്ങളുടെ പ്രസംഗം നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയത്. എന്നിട്ട് നമുക്ക് ആലോചിക്കാം, വിയർപ്പ് ആരതൊക്കെ വടിക്കണം, ആരെ വിയർപ്പൊക്കെ എടുക്കണ്ട, ആരുടെ ജുബ്ബയൊക്കെ കഴുകണം, കൊണ്ടുവന്ന ജുബ്ബയും കൊണ്ടുവന്ന വടിയൊക്കെ ആരടുത്തൊക്കെ ഉണ്ടായിരുന്നത്, ആരൊക്കെ ആദ്യം കൊണ്ടുവന്നത്, ആരൊക്കെ മുടിക്ക് ആരൊക്കെ 25,000 കുപ്പിവെള്ളം വിറ്റത്, ഇപ്പൊ അത് വിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. അതൊക്കെ നമുക്ക് വേറെ വ്യവസ്ഥയുണ്ട്, വേറെ ചർച്ചയുണ്ട്, വേറെ വിഷയങ്ങളുണ്ട്, തയ്യാറാക്കാം. ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കും. ഏതായാലും സംവാദത്തിൽ പുരോഗതി ഉണ്ടായിരിക്കുന്നു. തക്ബീർ നിർത്തി. ഞങ്ങൾ പറഞ്ഞപ്പോ മനസ്സിലായി സംഭവം പറ്റിച്ചല്ലോ. ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്ന് ഇന്നൊരു 4 മണിക്കൂറോടെ കഴിയുമ്പോഴേക്ക് ഓരോന്ന് തിരുത്തേണ്ടി വരും. പിന്നെ പറഞ്ഞാ ഞങ്ങളെ കൂടുതൽ മൂല്യന്മാരില്ല, അല്ലെങ്കിൽ അറിവുള്ളവർ എളുപ്പം മൂടൂരി, ഉറപ്പല്ലേ? സാധാരണക്കാർ പാവങ്ങൾ വല്ലതും കണ്ടിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കൂടിയിട്ടുണ്ടാവും. ഞങ്ങളവരെ കുട്ടുന്നില്ല. സാധുക്കൾ പാവങ്ങൾ, ഞങ്ങളവരെ കുറ്റപ്പെടുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങളെ വാദെന്താ? വായിക്കണം. നിങ്ങൾ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ചോദിച്ചെന്താ? ശിർക്കൻ കേന്ദ്രങ്ങൾ എവിടെയാണ്? നിങ്ങൾ എന്താണ് വാദം? സാധുക്കൾ ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ചോദ്യം പോലും വിഷയാസ്പദമായി വാദവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇലാ യൗമിൽ ഖിയാമ കഴിയില്ല നിങ്ങൾക്ക്. അത് ജിന്നൂരി, മടവൂരി, ഇൻസൂരി 3 ജമ്മായി വന്നാലും ശരി കഴിയില്ല. അത് കഴിയില്ല നിങ്ങൾക്ക്. കഴിയില്ല, അത് തൊടാൻ കഴിയില്ല. അതുകൊണ്ടാർക്കുന്നു നസറുദ്ദീൻ മൗലവി അവ ഏർപ്പെടുക്കാൻ തയ്യാറുണ്ടോ? എന്റെ ചോദ്യമുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിലെ പിഴവൊന്ന് ബോധ്യപ്പെടുത്തി തരാൻ. അത് ചോദ്യമല്ല, ആർക്കറിയില്ലേ? ഇസ്തിഫാമൊക്കെ എത്ര ആയിട്ടുണ്ട്? നിങ്ങൾ ആകെ ഒന്നേ പഠിച്ചിട്ടുള്ളൂ ഇസ്തിഫാം. ഏതൊക്കെ ഇസ്തിഫാമുണ്ട് നിങ്ങൾ മനസ്സിലാക്കൊക്കെ അറിയാലോ. ഇസ്തിഫാമ കിതാബ് നോക്കണ്ടേ, കിതാബ് ഓതി പഠിക്കണ്ടേ? ഇതൊന്നും പഠിക്കാതെ ഇവിടെ വന്നിട്ട് മാത്രമല്ല, രണ്ടാമത് ഞങ്ങൾ തെളിവുദ്ധരിച്ചു അസ്അലുകൻ തജ്അലനി. പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ എന്നും ആക്കണം. ആരോടാ ചോദിക്കുന്നു? നബിയോട് ചോദിക്കുന്നു. ഏതിലാക്കണം? മിമ്മൻ ഒരുത്തരിലാക്കണം.
ആക്കണം. ഇങ്ങത്തരത്തിൽ പുണ്യനബിയെ അങ്ങ് ശഫാഅത്ത് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ആ കൂട്ടരിൽ ഞങ്ങളെ ഒന്ന് ആക്കണം, എന്നെ ഒന്ന് ആക്കണം നബിയോട് ചോദിക്കുമോ? ഞങ്ങൾ ചോദിച്ചു, അത് അദൃശ്യമല്ലേ, അത് അഭൗതികമല്ലേ? ഇത് വിഷയാതരത്തിൽ പറഞ്ഞു. എന്തേ മിണ്ടാതിരുന്നത്? അതിനെക്കുറിച്ച് ചോദിക്കും നിങ്ങൾ, വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കും നിങ്ങൾ. നിങ്ങൾക്ക് വിഷയത്തെ തൊടാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ശിർക്കൻ കേന്ദ്രത്തിലേക്ക് പോയത്, അതുകൊണ്ടാണ് ഇപ്പൊ മക്ക മുശ്രിക്കിലേക്ക് പോയത്, അതുകൊണ്ടാണ് ഇപ്പൊ മരിച്ചവർ കേൾക്കുന്ന വിഷയത്തിലേക്ക് പോയത്. ഇവിടെ ആവളയിലെ മഹല്ല് കമ്മിറ്റിയും കേന്ദ്രം കൂടി ഇവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരൊരു വാദം എഴുതിയിട്ടുണ്ട്. ആ വാദം ഒന്ന് വായിക്കണം നിങ്ങൾ. നിങ്ങൾക്ക് വായിക്കാൻ കഴിയും, ഞാനൊന്ന് വായിച്ചു തരാം. അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും. ചോദിക്കും നിങ്ങൾ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ പറ ഞങ്ങൾ ആ ഏതിൽ തെറ്റില്ല. എന്നിട്ട് അടുത്ത് ചോദിക്കും, ഞങ്ങൾ ആലോചിക്കാം അല്ലെ, നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. അപ്പൊ ആലോചിക്കാം, ഞങ്ങൾ എഴുതിയത് കുഴപ്പമില്ല, ഞങ്ങൾ എഴുതിയത് ശരി തന്നെയാണ്, ഞങ്ങൾക്ക് അതിൽ തർക്കമില്ല എന്ന് പറ എന്ന് നിങ്ങൾ പറയൂ. എന്നാ നമുക്കിത് നിർത്തിവെച്ചിട്ട് ഇവിടെ തന്നെ എല്ലാവരും ഉണ്ടല്ലോ, അടുത്ത വ്യവസ്ഥ ഇതാ, അടുത്ത വ്യവസ്ഥ മക്ക മുശ്രിക്കായിക്കോട്ടെ, അതല്ലെങ്കിൽ മരിച്ചുപോയതിനെ കുറിച്ചായിക്കോട്ടെ, കുഴപ്പമില്ല, ശിർക്കൻ കേന്ദ്രങ്ങളിൽ പോകുന്നതിനെ കുറിച്ചായിക്കോട്ടെ, ചോദിക്കുന്നത് ഞങ്ങളപ്പോ പറയാം. ഇവിടെ ഞങ്ങളൊരു വാദം എഴുതിയിട്ടുണ്ട്. ആ വാദത്തിൽ നിന്നുകൊണ്ട് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 റൗണ്ട് കടന്നു, കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കഴിയുമ്പോഴേക്കൊന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ. കാരണം ഞങ്ങൾക്ക് ഒരുപാട് തെളിവുകൾ പറയാനുണ്ട്. ഞങ്ങൾ ഓതിയത് മാത്രമൊന്നുമല്ല, എത്ര തെളിവ് നമുക്ക് പറയേണ്ടവിടെ. അതൊന്നും പറയാൻ ഞങ്ങൾ ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ്. കുറെ കാലമായി ഈ ഔദ്യോഗിക പക്ഷത്തിൽ നിന്ന് കിട്ടാൻ കൊതിച്ചു നടക്കുന്നു. ഈ കിട്ടിയ സമയത്തൊന്ന് ചോദിച്ചുകൂടെ നിങ്ങൾക്ക്? ഞങ്ങളെ വാദത്തെക്കുറിച്ചൊന്ന് ചോദിച്ചുകൂടെ? ഞാൻ ആവർത്തിക്കുന്നു, നിർജു ബറക്കത്തുൽ സിബിയാനിന തൊടാൻ കഴിഞ്ഞിട്ടില്ല. അത് സാധാരണയാണോ? പറയണം നിങ്ങൾ. അത് സാധാരണയാണോ? പറയണം നിങ്ങൾ. അത് ഭൗതികമാണോ? പറയണം നിങ്ങൾ. അത് ദൃശ്യമാണോ? പറയണം. എന്റെ സാധാരണക്കാരായി അറിയാതെ പെട്ടുപോയ മുജാസത്ത് കുറിച്ച് ചോദിക്കട്ടെ, ഒരാളുടെ വിയർപ്പ് കൊണ്ട് ബർക്കത്തെടുക്കൽ നിങ്ങളെ കാഴ്ചപ്പാടെന്താ? പറ്റുമെന്നോ പറ്റില്ല എന്നാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം. നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരണം എന്ന് ഞങ്ങൾ പറയണില്ല. നിങ്ങൾ ചിന്തിക്കൂ. ഒരാളെ വിയർപ്പ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വിയർപ്പ് കൊണ്ടാണ് അവിടെ ഗുണം പ്രതീക്ഷിക്കുന്നത്. മുത്തുനബി പറഞ്ഞോ? പറയണ്ടേ? നിങ്ങളെ പുസ്തകത്തിൽ പറഞ്ഞ് ശരിയാണെങ്കിൽ പറയേണ്ടി വരില്ലേ? മുത്തുനബി പറയണ്ടേ? എന്താ മുസ്ലിം, നീ ശിർക്കല്ലേ ചെയ്യുന്നത്? നിങ്ങൾക്ക് തൗഹീദിന്റെ അടിത്തറ മനസ്സിലായില്ലേ? ഓ, എന്തൊരു ചോദ്യം ചോദിക്കണ്ടേ? പറഞ്ഞില്ല. എന്തേ അല്ലാഹു റസൂൽ പറഞ്ഞത്? അസാധാരണ രീതിയിലൂടെ, അഭൗതികമായ രീതിയിലൂടെ. കുഞ്ഞീദ് മദീനി പറഞ്ഞതുപോലെ പറയുകയാണെങ്കിൽ ശൈലി ഒന്നുകൂടി മാറ്റി പറഞ്ഞാൽ, മറഞ്ഞ വഴിക്ക് ഒരു ഉപകാരം നേടിക്കൊണ്ട് മഹദിയായ മുസ്ലിം റളിയല്ലാഹു അൻഹാ എന്തു പറയാനുണ്ട്? ചോദ്യമല്ല, ഞങ്ങളുടെ ആവശ്യപ്പെടല. ഏത് ആയത്തോതും അതാ വിഷയം. ഏത് ആയത്തോതും അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങൾക്കെതിരെ ഏത് ആയത്തോതും. കാരണം നിങ്ങൾ പറയുന്ന ന്യായം എന്താ? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അങ്ങനെയാണ് ഞങ്ങൾ മഹാന്മാരോട് തേടുന്നത് എന്നാണ്. അതങ്ങളുടെ വാദം. അത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വാദത്തിനെ തെളിവായി ഞങ്ങൾ ഉദ്ധരിക്കുന്ന ആയത്തുകളെ ഖണ്ഡിച്ചത്. ഇപ്പോഴും ആദ്യത്തെ 4 വരിയിൽ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഒരു വാദവും കൂടി ഉണ്ട് കക്കപ്പടി. മുജാഹിദ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വാദം ഉണ്ട് അടിയിൽ. ആ ഞങ്ങളെ വാദം തെളിയിക്കാനാണ് ഞങ്ങളിവിടെ വിഷയം അവതരിപ്പിച്ചത്. അതിനാണ് ഞങ്ങൾ ആയത്തുകൾ ഓതിയത്. ആ ആയത്തുകളെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞത് അതൊക്കെ മക്കളെ മുശ്രിക്കൾക്ക് ബാധകമാണ്. ആ ആയത്ത് ഞങ്ങൾക്ക് ബാധകമല്ല. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ശിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട് എന്ന് കാസിനി അംഗീകരിച്ച ഈ മുസ്ലിങ്ങൾക്ക് നിങ്ങളുടെ ആയത്തോതും. ഈ ആയത്തൊക്കെ തന്നെ നിങ്ങൾ ഓതുക, അതെന്നെ ഞങ്ങൾ ഓതിയത്. മനസ്സിലായോ? ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. തക്ബീറിന്റെ ശക്തിയൊക്കെ കുറഞ്ഞുപോയി, അതൊക്കെ കുറയും. ആദ്യത്തെ ആവേശമൊന്നും ഉണ്ടാവില്ല. ഒരു തെല്ലിങ്ങനെ കണ്ട പോലെയാണ് പല മുസ്ലിങ്ങൾ തന്നെയും. നിങ്ങൾ പറഞ്ഞു മുസ്ലിങ്ങളാണ്, അള്ളാഹുവിനെ ആരാധിക്കുകയാണ്. എന്താണെന്നറിയോ? ഞങ്ങൾ പറയാം, പണ്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വകുല്ലു ആയത്തിൻ വറദത് ഫിൽ കുഫാരി ഫഇന്നഹാ തുജറു ബിലൈലിഹാ അലാ ഉസാത്തിൽ മുഅ്മിനീൻ. ഒരായത്ത് മക്കയിലെ മുശ്രിക്കേക്ക് ഇറങ്ങിയാൽ അത് മക്കക്കാർക്ക് മാത്രം ബാധകമല്ല,
അത് അങ്ങനെ തന്നെ വാരോടുകൂടി പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നോളണമെന്നാണ്. അതാ ഞങ്ങൾ അതേപോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർക്ക് ഞങ്ങൾ ഓതിയത്. അത് തെറ്റാണ് ഞങ്ങൾ പറഞ്ഞത്, അത് ശരിയാണെന്ന് തെളിയിക്കാനാണ് എന്റെ ചോദ്യം. ധൈര്യമുണ്ടെങ്കിൽ അതിനാ മറുപടി പറയേണ്ടത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? പിന്നെ ആവളയിലെ എന്താ സാധാരണക്കാരുണ്ട്, അതെന്തോ കിട്ടിയിട്ട് വന്നതാണ്. ആവളയിലെ സുന്നികളൊക്കെ എന്തോ കിട്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് മൂപ്പര് മനസ്സിലാക്കുന്നതാവും, ഞാനങ്ങനെ മനസ്സിലാക്കുന്നില്ല. ഏതായാലും ഇവിടെ സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കട്ടെ. സംവാദം അതിനാണ്. ഉള്ള സാധാരണക്കാർ ചിന്തിക്കട്ടെ. ചിന്തിക്കാൻ പറ്റുന്ന മൗലവിമാരുണ്ടെങ്കിൽ ഓലും ചിന്തിച്ചോട്ടെ. അള്ളാഹിന്റെ ഖുർആനല്ലേ, ചിന്തിക്കാം. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി എല്ലാവർക്കും. എന്ത്? മുജാഹിദുകൾ ഈ സുന്നികൾ ചെയ്യുന്ന ശിർക്കിന് തെളിവായി ഉദ്ധരിച്ച ആയത്തുകൾ ബാധകമാണ്. കാരണം ഇന്നങ്ങനെ ശിർക്കുന്ന മുസ്ലിങ്ങളുണ്ടെന്ന് കാസിമി പറയുന്നു. ഓലിക്കെതിരെ ഓലോട് എന്താ പറയാ, നിങ്ങൾക്കെതിരെ ഓതാൻ നമ്മളൊരു താഴത്തൊന്നുമില്ല, നിങ്ങൾക്കെതിരെ ഉന്നയിക്കും നിങ്ങൾ ചെയ്യുന്ന ശിർക്കുണ്ടല്ലോ അതിനെതിർക്കാൻ ഞങ്ങളൊരു താഴത്തൊന്നുമില്ല, ഞങ്ങളുടെ വകയിൽ ഞങ്ങൾ പറയും. എന്താ ജനങ്ങളോട് പറയാ? ആയത്ത് ഏത് ഓതും, നിങ്ങൾ ഓതുന്ന ആയത്ത് ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഓതി കാണിച്ചു തരാം. അതിനാ ചോദ്യം. നിങ്ങൾ ഓതുന്ന് പറഞ്ഞ ആയത്ത് നിങ്ങൾ മഹാന്മാരെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന മമ്പർത്തങ്ങളെയും ബീരാനവലിയപ്പാപ്പാനെയും മലമ്പത്ത ബീവിനെയും വിളിച്ച് തേടുന്ന നിങ്ങൾക്കെതിരെ അതേ ആയത്ത് ഞങ്ങൾ ഓടിത്തരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ്. അതിനാ ചോദ്യം. ആ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായി എന്നത് എനിക്ക് മനസ്സിലായി എന്നുള്ള നിങ്ങൾ അനുയായികൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ എത്ര മനസ്സിലായില്ല എന്ന് കേട്ടിട്ടും കാര്യമില്ല. മറുപടിയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്താ വയലിനൊക്കെ വന്നാൽ സഹോദരന്മാരെ, മക്കയിലെ മുശ്രിക്കുകൾക്കെതിരെ ആയത്തോതി ആയത്തല്ലേ നമ്മളെ മുഹമ്മദാക്കെതിരെ ഓതുന്നത്, നമ്മളെ സൂഫിക്കെതിരെ ഓതുന്നത്, നമ്മളെ മമ്മൂവിനെതിരെ ഓതുന്നത്, നമ്മളെ ആസിയാക്കെതിരെ ഓതുന്നത്, ഇതൊക്കെയല്ലേ വയല്. ഇവിടെ ഒരു മമ്മു ആസിയും സൂഫിയൊക്കെ ഇത് ചെയ്താൽ ഇവർക്കെതിരെ ഏത് ആയത്ത് നിങ്ങൾ ഓതും? ഏത് ആയത്ത് നിങ്ങൾ ഓതും? കാരണം ശിർക്കാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങളാണ്, അള്ളാഹിനെ ആരാധിക്കുന്നവരാണ്, അള്ളാഹിൽ വിശ്വസിക്കുന്നവരാണ്. ആയത്തോടണ്ടേ? ഏത് ആയത്ത് നിങ്ങൾ ഓതും? ആ ആയത്താണ് ഞങ്ങൾ ഓതിയത്. ഒറ്റ ചോദ്യവും ഒരു ചോദ്യം ചോദിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന് സാധിക്കുന്നില്ല. ആകെ വന്നൊരു ചോദ്യം, ഇങ്ങനെ ബബ്ബടിച്ചാണ് ചോദിച്ചൊരു ചോദ്യം. എന്താ? ശിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ച് എന്ന് പറഞ്ഞു വായിച്ച ഒരു വരിയെ കുറിച്ചുള്ള ചോദ്യം. അതിന് ഏത് ആയത്ത്? മഹാന്മാരോട് അവരിൽ നിന്ന് മനുഷ്യ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും അത് തൗഹീദിനോടെതിരല്ല, ശിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന്റെ ആയത്താണ് അദ്ദേഹം ചോദിച്ചത്. മഹാന്മാരോട് അഭൗതിക മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കുന്നതും സഹായം ചോദിക്കുന്നതും ശിർക്കൻ കേന്ദ്രമാണെന്ന് ആദ്യം തെളിയിക്കൂ. എന്നാൽ ഞങ്ങൾ ആയത്തോതും പിടിച്ചോ, ശിർക്കൻ കേന്ദ്രമാണെന്ന് തെളിയിക്കൂ. അല്ല, നിങ്ങൾക്ക് സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? മഹാനായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പെടുത്തുകൊണ്ട് അതിന്റെ ബറക്കത്ത്, അതിന്റെ മറഞ്ഞ ഗുണം മഹദിയായ ഉമ്മു സുലൈം സ്വീകരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അത് അംഗീകരിച്ചു. അതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ ജുബ്ബ അവിടുത്തെ വഫാത്തിന് ശേഷം രോഗശമനത്തിന് വേണ്ടി സഹാബിമാർ ഉപയോഗിച്ചു. ഇത് ശിർക്കൻ കേന്ദ്രമല്ല, ഇത് തൗഹീദിന്റെ കേന്ദ്രമാണ്. ഇത് തൗഹീദിനെതിരല്ല. ആണ് എന്ന് പറയൂ. ആണെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ തെളിയിക്കാൻ സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് പായത്തിനിറങ്ങും. ഇൻഷാ അല്ലാഹ് ഇത് ശിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകലല്ല. ഇവിടുത്തെ ചർച്ച മഹാന്മാരിൽ നിന്ന് മറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുന്നതും ഗുണം പ്രതീക്ഷിക്കുന്നതുമാണ്. ഞങ്ങൾ പറഞ്ഞു അസ്അലുക, അല്ലാഹുവിന്റെ റസൂൽ നബിയോട് ചോദിച്ചു. അസ്അലുക, അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു. അസ്അലുക, നബിയേ അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു. അന്തജഅലനീ മിമ്മൻ തശ്ഫഉ ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന് ശഫാഅത്ത് ചെയ്യുന്ന, അങ്ങ് ശഫാഅത്ത് ചെയ്യുന്ന ആളുകളിൽ എന്നെ അങ്ങ് പെടുത്തണമേ, ആക്കണമേ.
ഇത് മറഞ്ഞ കാര്യമല്ലേ? ഇത് മനുഷ്യ കഴിവിനപ്പുറത്തുള്ളല്ലേ? കുറ്റമറ്റ ഹദീസല്ലേ? നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ബുഖാരിയുടെ ഹദീസ് ഞങ്ങൾ പറഞ്ഞു. ബുഖാരിയുടെ ഹദീസ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബുഖാരിയുടെ ഹദീസ് ഞങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സലൂനി, എന്നോട് ചോദിച്ചോളി. ആ സമയത്ത് ഒരു സ്വഹാബി ചോദിക്കുകയാണ്, ഞാൻ എവിടെയായിരിക്കും? നീ സ്വർഗത്തിലായിരിക്കും. മറ്റൊരാൾ ചോദിക്കുകയാണ്, ഞാൻ എവിടെയായിരിക്കും? നീ നരകത്തിലാണ്. എന്റെ ബാപ്പയാരാണ്? എന്റെ ബാപ്പ ഹുദാഫയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തില്ലേ? ഈ ചോദ്യം മഹാന്മാരോട് മറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുന്നത് അത് ശിർക്കല്ല, അത് തൗഹീദിനെതിരല്ല. പിന്നെ നിങ്ങൾ ആകെ ഒരു വരി വായിച്ചു. എന്താ വരി? ഏതോ ഒരു വരി. എന്താണ് വരി? ശിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്. ഇവിടെ ശിർക്കൻ കേന്ദ്രങ്ങളല്ല ചർച്ച. ഇവിടുത്തെ ചർച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ബറക്കത്ത് സ്വീകരിച്ചത് ശിർക്കൻ കേന്ദ്രമാണോ? ആണോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറഞ്ഞ കാര്യം ചോദിച്ചത് മുത്തുനബി ശിർക്ക് കേന്ദ്രമാണോ? അല്ലാഹുവിന്റെ റസൂൽ ശിർക്കിന്റെ കേന്ദ്രമാ? എവിടുന്ന് കിട്ടി? നിങ്ങളൊരു ശിർക്ക് ഉണ്ടാക്കുക, എന്നിട്ടത് പുണ്യനബിയുടെ പേരിൽ പറയുക, അല്ലേ? സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരുടെ അവരിൽ നിന്ന് പുണ്യം, അവരിൽ നിന്ന് ബറക്കത്ത്, അവരിൽ നിന്ന് മറഞ്ഞ ഗുണം അത് ചോദിക്കുന്നതും അത് പ്രതീക്ഷിക്കുന്നതും അതെല്ലാം ശിർക്കാണെന്നല്ലേ കുഞ്ഞീദ് മൗലിദ് എഴുതിയത്? അതല്ലേ നിങ്ങൾ ഉമർ മൗലിദ് എഴുതിയത്? അതല്ലേ അബ്ദുൽ ഖാദർ മൗലിദ് എഴുതിയത്? അതല്ലേ സകല മുജാഹിദുകളും പറഞ്ഞത്? അല്ലേ? എന്നിട്ടെന്തേ? അതുകൊണ്ടാണല്ലോ ഇന്നലെ മുശ്രിക്കായവൻ ഇന്നിതാ അവിടെ ഇരുന്നു കൊണ്ട് മുവഹിദാവുന്നു, നാളെ അയാള് പിന്നെയും ശിർക്കാകുക. എന്തേ നിങ്ങൾക്കിത് പറ്റിയത്? മാറി മറിഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്താ? ഇത് തൗഹീദ് ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തൗഹീദ് ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാനില്ല, ചോദ്യങ്ങൾ ചോദിക്കാനില്ല. ഞങ്ങളുടെ വാദത്തിന് ഞങ്ങൾ തെളിവ് പറഞ്ഞു. അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല. നബിയിൽ നിന്ന് സ്വഹാബത്ത് ആ രൂപത്തിലുള്ള സഹായം തേടി, നബിയിൽ നിന്ന് സ്വഹാബത്ത് ആ നിലക്കുള്ള ഗുണം പ്രതീക്ഷിച്ചു. പിന്നെ ശിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന്റെ ആയത്ത് ഏതെന്നാ ചോദിച്ചത്? ശിർക്കൻ കേന്ദ്രമല്ല ഇത്. മുത്തുനബി ശിർക്കൻ കേന്ദ്രമല്ല. എന്നാ മുത്തുനബി ശിർക്കൻ കേന്ദ്രം അത് തെളിയിക്കൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിന്റെ കേന്ദ്രമാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറഞ്ഞ കാര്യം ചോദിച്ച സ്വഹാബത്തിന്റെ ഈ ചോദ്യം, ആ ചോദ്യം സ്വീകരിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിർക്കിന്റെ കേന്ദ്രമാണെന്ന് ആദ്യം തെളിയിക്കുമ്പോൾ അതനുസരിച്ചുള്ള വിശദീകരണം, അതിന് വായുടപ്പോൾ മറുപടി ഞങ്ങൾ നൽകും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച ആ തെളിവ്, അസ്അലുക, നബിയെ അങ്ങയോട് ചോദിക്കുന്നു, അൻതജഅലനി മിമ്മൻ തശ്ഫഉ ലഹു യൗമൽ ഖിയാമ. നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മറ്റേയാള് എങ്ങനെയോ മനുഷ്യ കഴിവെന്ന് ഊരിച്ചാടി മറുപടി പറയാതെ രക്ഷപ്പെട്ടതായിരുന്നു. അപ്പൊ ഇയാള് വന്നിട്ട് മനുഷ്യ കഴിവ് തന്നെ പിന്നെയും ഞാൻ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിച്ച് പറഞ്ഞു, മനുഷ്യ കഴിവെന്ന് എന്റെ കഴിവുണ്ടോ? നിങ്ങൾക്ക് കഴിവിനപ്പുറത്തുണ്ടോ? മനുഷ്യ കഴിവിനപ്പുറം എന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണം. ഉണ്ടോ? ഞാൻ ആ ഒന്നാമത് ചോദിച്ചതാണ്, മറുപടി പറഞ്ഞിട്ടില്ല. എന്റെ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഞാൻ ഊന്നിപ്പറഞ്ഞ വിഷയമാണ്, നിങ്ങൾ പ്രതികരിച്ചില്ല. ഇപ്പൊ വീണ്ടും നിങ്ങൾ അത് വന്ന് പറഞ്ഞു. ഇനി ഈ കാഫിറാക്കല് ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആയത്തേതാന്ന്. എന്നാ ഇത് ഒരായത്ത് കൂടി ഓദിക്കോ. ഈ പറഞ്ഞതിന് എന്തായാലും ആയത്തില്ല എന്ന് മനസ്സിലായല്ലോ. ഈ പറഞ്ഞതിന് ഏതായാലും ആയത്തില്ല. ഇതാരാ ചെയ്യുന്നത്? മുസ്ലിമാ ചെയ്യുന്നത്. അള്ളാഹനെ ആരാധിക്കുന്ന മുസ്ലിമാ ചെയ്യുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിമാ ചെയ്യുന്നത്. ആ മുസ്ലിം ശിർക്ക് ചെയ്യുമ്പോ ആയത്ത് വേണം. ഞങ്ങൾ പറയുന്നു നിങ്ങൾ മഹാന്മാരോട് ചേർന്ന് ശിർക്കാണ്. അതിന് ഞങ്ങൾ ഓതിയ ആയത്തൊക്കെ ശരിയാണ് എന്ന് തെളിയിക്കാൻ ഞങ്ങളോട് ഈ ചോദ്യം ചോദിച്ചത്. അപ്പൊ പറയാ അതല്ല, ആദ്യം ഞങ്ങൾ ആയത്തോതി എന്നിട്ട് ഞങ്ങൾ തെളിയിക്കാൻ. ഞങ്ങൾ ആയത്തോതി, ആ ആയത്ത് ശരിയാണെന്നേ ഇനി ഞങ്ങൾക്ക് തെളിയിക്കേണ്ടതുള്ളൂ. ഇവിടെ ഓതാൻ ശിർക്കൻ കേന്ദ്രം ഒരു മുത്തറസൂല് മാത്രം മമ്പർത്ത് പോയി തേർന്നതും മൻപത്ത് പോയി തേർന്നതും ബീരാലോലിയെ പറഞ്ഞാൽ വിളിക്കുന്നൊന്നില്ലേ? ഈ വിളിച്ചിടേട്ടം ഞങ്ങളുടെ വാദത്തിൽ ഞങ്ങൾ എഴുതിയല്ലോ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളെ ആ വാദത്തിനെതിരാണ് ഞങ്ങൾ ഓതിയ ആയത്ത്. അത് ശിർക്കൻ കേന്ദ്രമാണ്. അത് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചാലും ശിർക്കാണ്, ആദം നബിയെ വിളിച്ചാലും ശിർക്കാണ്, ഇബ്രാഹിം നബിയെ വിളിച്ചാലും ശിർക്കാണ്, ആരെ വിളിച്ചാലും ശിർക്ക. അത് ഓരോ കുഴപ്പമല്ല. ഈസാ നബീനെ ആരാധിക്കുന്ന ഈസാ നബീന്റെ കുഴപ്പ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് കണ്ണൊക്കെ തുറപ്പിച്ച് ചോദിച്ചാൽ അലോലിയായിരിക്കില്ല. പഠിച്ചവനെ മുഹമ്മദ് നബീനെ മോശക്കാരനാക്കാൻ ഈസാ നബിയെ അലോല് വിളിക്കണ ഈസാ നബീന്റെ കുഴപ്പമല്ല. നിങ്ങൾ മുഹമ്മദ് നബിയെ വിളിച്ചു തേടുന്നത് പ്രാർത്ഥനയാണ്, ആരാധനയാണ്, ശിർക്കാണ്. അത് അള്ളാന്റെ റസൂലിന്റെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പ.
നിങ്ങളെ വായ്പാണ്. ആ കുഴപ്പത്തിന് തെളിവായി ഞങ്ങൾ ഓതിയ മുഴുവൻ ആയത്തുകളും സ്വീകാര്യമാണ് എന്ന് നിങ്ങൾ അംഗീകരിച്ചു. ഇനി എന്താ ഒരായത്തും കൂടി എന്ന് പറഞ്ഞില്ലേ, ഓദിക്കോ. എന്താണെന്നറിയോ, ഖുർആൻ തർജമ ഖുർആനല്ല എന്നത് മുസ്ലിങ്ങളുടെ ഇജ്മാഅാണ്. അതിനെ നിഷേധിക്കുന്നവൻ സത്യനിഷേധിയുമാണ്. കൂറ്റനാട് മുസ്ലിയാർ ചെയ്തത് സത്യനിഷേധമാണെന്നതിന് ഇതിൽ പരം തെളിവ് ആവശ്യമില്ല. സുന്നി വോയ്സ് ഈ കേസ് മുസ്ലിയാർ കാഫിറാക്കല. ഇതിനെക്കിട്ട് കാര്യമില്ല, കാഫിറാക്കല. ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാഫിറാക്കിയത്? ആയത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് ഞങ്ങൾ ആയത്ത് ധരിച്ച് തെളിയിച്ചു. നിങ്ങൾ പറഞ്ഞു ആ ആയത്ത് ഞങ്ങൾക്ക് വാദമല്ല, മക്കാർക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, എന്നാ പിന്നെ ഈ ആളുകൾക്ക് നിങ്ങൾ എന്തായത്തോന്നും? അതിന് പറഞ്ഞത് അതിപ്പോ ഒതുല, പിന്നെ പണ്ട് കുട്ടികൾ പറഞ്ഞില്ലേ, ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതപ്പത്തിൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടും, ചക്കര തന്നാൽ പിന്നെ പാടും. ആ ജാതി കുട്ടികളെ, നഴ്സറി കുട്ടികളെ റൈമും കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. ഇവിടെ പ്രമാണങ്ങളാണ് വേണ്ടത്, തെളിവാണ് വേണ്ടത്. പിന്നെയോ കുറച്ച് മുസ്ലിക്കായി, പിന്നെ മുസ്ലിമായി. ഇതിൽ ആരാ കാഫിർ? പറയണം, നിങ്ങൾ ഉന്നയിച്ച ആരോപണ പുതിയ വിഷയം ഞാൻ ഉണ്ടാക്കിയതല്ല. കുറച്ചു കാലം മുസ്ലിക്കായി, കുറച്ചു കാലം മുസ്ലിമായി ഞങ്ങൾ നിങ്ങളെ പരിഹസിച്ചു. നിങ്ങളുടെ നേതാവായ ഈ കേസ് മുസ്ലിയാർ നിങ്ങളുടെ നേതാവായ കേവിയെ കുറിച്ച് എഴുതുന്നു, സത്യനിഷേധിയാണ്. ആരാ സത്യനിഷേധി? രണ്ടാളുമാണോ? ഇനി അല്ല, ആരുമല്ലേ? എന്താ മസല? കുറച്ചു കാലം മുസ്ലിക്ക്, കുറച്ചു കാലം കാഫർ അല്ലേ? ഇതൊന്നും അറിയാതെ, ഇതൊന്നും കേൾക്കാതെ, ഇതൊന്നും പഠിക്കാതെ വന്ന് ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ എന്റെ ചോദ്യം കൃത്യമായി ബാക്കി നിൽക്കുന്നു. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഇപ്പോൾ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു. മനുഷ്യ കഴിവ് അപ്പുറം ഇപ്പുറം ഉണ്ടോ? നിങ്ങൾ പറഞ്ഞല്ലോ, മനുഷ്യ കഴിവിനപ്പുറം, മനുഷ്യ കഴിവിനിപ്പുറം, അങ്ങനെ ഒരു കഴിവുണ്ടോ? തെളിവൊക്കെ ഞാൻ ചോദിക്കാം. നിങ്ങൾ ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ മതി, ബാക്കി നമുക്ക് പിന്നെ പറയാം. ഉണ്ടോ ഇല്ലയോ നിങ്ങൾ പറയും.